ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത്, കുളി കഴിഞ്ഞാലുടൻ ഈ ഒരു നാമം ദേവിയുടെ ഉരുവിട്ടാൽ ദേവി വലിയ സമ്പത്ത് നൽകും, സമ്പത്ത് കുമിഞ്ഞു കൂടും, അതുപോലെ ശത്രുക്കൾ നെട്ടോട്ടമോടും. അങ്ങനെയുള്ള ഒരു കാര്യമാണ്. സർവ്വ തടസ്സങ്ങളും ദേവി മാറ്റിത്തരും. മനസ്സിലാഗ്രഹിക്കുന്നത് എന്തും ദേവി സാധിച്ചു തരും. അന്നു മുതൽ ജീവിതം മാറാൻ തുടങ്ങും. പക്ഷെ ഇത് ചെയ്യേണ്ട രീതി ചെയ്യണം എന്ന് മാത്രം. അത് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഏതൊരാൾക്കും ചെയ്യാം, എവിടെ ഇരുന്നും ചെയ്യാം. കുളിമുറി എന്ന് രാവിലെ കുളിക്കുമ്പോൾ ദേവിയുടെ ഈ നാമം ഉരുവിട്ടാൽ മതി. അത്ഭുതകരമായ രീതിയിൽ ജീവിതത്തിലേക്ക് സമ്പത്തും ധനവും സമൃദ്ധിയും ഒക്കെ വരും. ഒരു ശത്രുദോഷങ്ങളും നിങ്ങളുടെ 7 അയൽപക്കത്ത് പോലും വരത്തില്ല. ശത്രു ഒക്കെ നെട്ടോട്ടം ഓടും. അത് ആരും ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ. നമ്മൾക്കെതിരെ വരുന്ന ഏതൊരു കാര്യവും നമ്മളെ യാതൊരു തരത്തിലും നമ്മുടെ 7 അയൽപക്കത്ത് പോലും വരാതെ ദേവി നമ്മളെ സംരക്ഷിക്കുമെന്ന് മാത്രമല്ല, സർവ്വ ആഗ്രഹങ്ങളും ദേവി സാധിച്ചു തരും. സർവ്വ തടസ്സങ്ങളും മാറ്റും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഏതായാലും ചെയ്ത് നോക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. ഒന്ന് ചെയ്ത് നോക്കുക. ശരിയായിട്ട് ചെയ്തവർക്കെല്ലാം ഫലമുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ പറയുന്നുണ്ട്. 1 മിനിറ്റ് പോലും വേണ്ട. ഒരു അര മിനിറ്റ് അല്ലെ ഒരു 10-15 സെക്കൻഡുകൾക്കുള്ളിൽ, 1 മിനിറ്റ് പോലും വേണ്ട, ഇത് ചെയ്യാവുന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥനകളുടെയൊക്കെ കൂടെ ഇത് ചെയ്യാം. നിങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥനകൾ ഇനി കുളിച്ച് ഈറനോടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് അവസാനം ചെയ്താൽ മതി. ഒരു കുഴപ്പമില്ല. ദേവിയുടെ സർവ്വ അനുഗ്രഹങ്ങളും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് പറഞ്ഞു തരുന്നത്. ഇത് നിങ്ങൾ ഇന്നു മുതൽ, ഇത് കേൾക്കുന്ന നിമിഷം മുതൽ നിങ്ങൾ ചെയ്തു തുടങ്ങുക. ആ ദിവസം രാവിലെ മുതൽ അന്ന് കുളിക്കുമ്പോൾ മുതൽ, ഇന്ന് നിങ്ങൾ വൈകിട്ടാണ് ഇത് കാണുന്നത്, അല്ല രാവിലെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ അടുത്ത ദിവസം കുളിക്കുമ്പോൾ തൊട്ട് ചെയ്തു തുടങ്ങുക. ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. അപ്പം ഇനി ഞാനൊരു കാര്യം കൂടെ പറയുകയാണ്. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ വാട്സപ്പിൽ ഇട്ടാൽ മതി. നേരിട്ട് വന്നാലും കാണാൻ പറ്റത്തില്ല. കാരണം ഞാൻ എപ്പോഴും വർക്കിലായിരിക്കും. നമുക്ക് ഈ എല്ലാം കൂടെ ചെയ്യാൻ പറ്റത്തില്ല. വാട്സപ്പിലെ വർക്ക് തന്നെ എനിക്ക് സമയത്തിന് തീരുന്നില്ല. അതുകൊണ്ടാണ് അത് പറഞ്ഞിട്ടും പിന്നെ നേരിട്ട് വരരുത്. ഞാനൊരു ഗുരുസ്ഥാനത്തോ അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ധിക്കരിക്കരുത്, ഗുരുത്വം കളയരുത്. അത് ഈ രണ്ടും കൂടെ നടക്കത്തില്ല. അതുകൊണ്ടാണ് വാട്സപ്പിലെ വർക്കാണ് ഞാൻ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ സമയത്തിന് തീരുന്നില്ല. അതുകൊണ്ടാണ് നേരിട്ട് വരരുതെന്ന് പറയുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല. ഞാൻ എപ്പോഴും വർക്കിൽ തന്നെ ആയിരിക്കും. അപ്പോൾ വാട്സപ്പിൽ ഇടുക. അതിനൊരു ഓപ്ഷൻ വെച്ചിട്ടുണ്ട്, ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരാൻ പറ്റുന്നവർക്ക്. എല്ലാ മെസ്സേജും നോക്കാൻ പറ്റത്തില്ല. എന്നിട്ട് എങ്ങനെ ചെയ്യണമെന്ന് വിശകലനം ചെയ്യുമെന്ന് പറയും. ആവശ്യമുള്ളവർ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. അങ്ങനെയാണ് കേട്ടോ. അപ്പം പറയുന്നുണ്ട്, സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. ഇനി വിഷയത്തിലേക്ക് വരികയാണ്. അതിനു മുമ്പ് ഒരു മിനിറ്റ് 2 അനുഭവം പറഞ്ഞിട്ട് ഞാൻ വിഷയത്തിലേക്ക് വരാം. വിശദമായിട്ട് ദേവിയുടെ ഈ രഹസ്യവിദ്യ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ വാട്സപ്പ് നോക്കിയപ്പം വാട്സപ്പിനകത്തൊരു മെസ്സേജ് കണ്ടു. അവർ വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അവർക്ക് ധാരാളം ആളുകൾ, കസ്റ്റമേഴ്സ് വരുന്നതാണ്. അങ്ങനെയുള്ള ഒരു വലിയ സ്ഥാപനമാണ്. അപ്പോൾ അവിടെ ഈ വരുന്ന കസ്റ്റമേഴ്സൊക്കെ ആയിട്ട് ഒരു നല്ല രീതിയിലുള്ള ഒരു ഡീലിങ്സൊക്കെ നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ശിവവിദ്യ ഇട്ടായിരുന്നു. നമ്മുടെ ഹൃദയത്തിൽ മനസ്സ് സങ്കല്പിച്ച് ശിവായ നമഃ ജപിക്കണം. പിന്നെ നമ്മുടെ മുന്നിൽ ആരെ കണ്ടാലും അവരുടെയും ഹൃദയത്തിൽ നമ്മൾ ഹൃദയത്തിൽ സങ്കല്പിച്ച് ശിവായ നമഃ ജപിക്കണം, നമ്മുടെ മുന്നിൽ വരുന്നവരുടെ. അങ്ങനെ ആയാലും അവർ നമുക്ക് അനുകൂലമാകുമെന്നൊരു വീഡിയോ ഇട്ടിരുന്നു. ആ ഒരു വിദ്യ ചെയ്ത് അവരുടെ ആ ഒരു സ്ഥാപനത്തിൽ വരുന്ന ധാരാളം ആളുകൾ അവരുമായിട്ട് ഇപ്പം നല്ല ടേംസിലാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഒരുപാട് നന്ദി പറഞ്ഞൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്. വളരെ സന്തോഷം. കാരണം എത്രയോ ആളുകളുടെ ജീവിതത്തിൽ അത് പ്രയോജനപ്പെടുന്നു. വളരെ സന്തോഷമാണ്. പിന്നെ വേറൊരാളൊരു മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവർക്കൊരു നിവൃത്തി ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ ചെയ്ത എന്തൊക്കെയാണെന്ന് അവർ പറയുന്നുണ്ട്. വിളക്ക് കത്തിക്കുന്നത് ഞാൻ പറയുന്ന രീതിയിൽ തന്നെ വിളക്ക് കത്തിച്ചു. ത്രാടകം എന്ന വിദ്യ ഞാൻ പറഞ്ഞു തന്ന രീതിയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വിദ്യ ഞാൻ തന്ന ആ രീതിയിൽ ആ ഒരു ത്രാടകം, ത്രാടകത്തിനകത്ത് ഒരുപാട് രഹസ്യമുണ്ട്. അപ്പോൾ ആ ത്രാടകം അവർ ചെയ്യുന്നുണ്ട്. അതുപോലെ കുളിച്ചീറനോടെയുള്ള മഹാവിഷ്ണുവിൻ്റെ പ്രാർത്ഥന, വിഷ്ണു ഗായത്രി ആണെന്ന് തോന്നുന്നു, അതവർ ചെയ്യുന്നുണ്ട്. പിതൃപ്രീതിക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ശിവക്ഷേത്രത്തിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ശിവക്ഷേത്രത്തിലേക്ക് ഒരു ശംഖ് അവർ സമർപ്പിച്ചു എന്ന് പറയുന്നു.
അത് ഞാൻ പല വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ക്ഷേത്രത്തിലേക്ക് നിങ്ങൾ ചില കാര്യങ്ങൾ, അവിടെ ആവശ്യമുള്ള കാര്യങ്ങൾ സമർപ്പിക്കണം എന്ന് പറഞ്ഞ് അപ്പോൾ ശിവക്ഷേത്രത്തിലേക്കൊരു ശംഖ് സമർപ്പിച്ചു എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് അവർ തന്നെ കൃഷ്ണനെ ഒരു കൃഷ്ണക്ഷേത്രത്തിലേക്ക് അവിടെ പായസത്തിന് വേണ്ടി ഒരു ഓട്ട് പാത്രം സമർപ്പിച്ചു എന്ന് പറയുന്നു. പിന്നെ ഞാൻ പറയുന്ന വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ എഴുതി ഇപ്പോൾ 2 ബുക്കായിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അവർ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു. അവരുടെ ജീവിതത്തിൽ അവർക്ക് നല്ല ഒരു ജോലി കിട്ടി. മോന് ജർമ്മനിയിൽ പോയിരിക്കുകയാണ്. ജീവിതം ഒരുപാട് മാറി എന്ന് പറഞ്ഞ് സന്തോഷമായിട്ട് എനിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് മെസ്സേജ് ചെയ്തു. ഇത് വലിയ സന്തോഷം. പരമേശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഞാനിനി വിഷയത്തിലേക്ക് വരാം. സന്തോഷം ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി വിശദമായിട്ട് വീഡിയോയിലേക്ക് വരാം. അപ്പോൾ രാവിലെ നമ്മൾ കുളി കഴിഞ്ഞ് എന്ന് വെച്ചാൽ തല തോർത്തുന്നതിന് തൊട്ട് മുമ്പേ ഈറനോടെ വസ്ത്രമെടുത്തുകൊണ്ട് തന്നെ കുളിമുറി നിന്നുകൊണ്ട് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഇടതുകാല് മുന്നോട്ട് വെച്ച് ഇടതുകൈ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വാ കൊണ്ട് ഈ പറയുന്ന ഒരു സ്തുതി ദേവിയുടെ ജപിക്കുക. ആദ്യം സർവമംഗളമെങ്കിലും ജപിച്ചിട്ട് വേണം ഇത് ജപിക്കാൻ. അപ്പോൾ ആദ്യം സർവമംഗളമെങ്കിലേ ഞാൻ ജപിക്കാം. അത് കഴിഞ്ഞ് ഈ രഹസ്യ ശക്തിയുള്ള ഈ സ്തുതി പറഞ്ഞുതരാം. 2 വരിയേ ഉള്ളൂ കേട്ടോ. സർവമംഗളമെങ്കിലേ നിങ്ങൾക്കറിയാമല്ലോ. സർവമംഗളമെങ്കിലേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ ഇത് ജപിച്ച ശേഷം ഇച്ഛാശക്തി അല്ല ഇച്ഛാശക്തി കേട്ടോ, പറഞ്ഞപ്പം തെറ്റിപ്പോയതാണ്, ക്ഷമിക്കുക, ഒന്നുകൂടെ പറയാം. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപിണി ദേവി പ്രണാമം 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 എന്ന് ജപിക്കുക. അപ്പോൾ സർവമംഗളമംഗല്യേ ജപിച്ചു കഴിഞ്ഞ് ഒരു തവണ മതി, ഈറനോടെ വേണം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ ഇത്രയും മതി. അതിൻ്റെ കൂടെ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപിണി ദേവി പ്രണാമം പ്രണാമം പ്രണാമം. എന്നിട്ട് നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ദേവിയോട് പറയുക. അമ്മ എനിക്കൊരു ജീവിതമാർഗം നൽകണേ, സമ്പത്ത് നൽകണേ, അന്നന്നത്തേക്ക് ജീവിക്കാനുള്ള ധനവും സമ്പത്തും നൽകണേ. അങ്ങനെ പറഞ്ഞാൽ മതി, എല്ലാം ഇന്ന് പോന്നോളൂ. പിന്നെ നിങ്ങൾക്ക് എന്തോ സാധിക്കേണ്ട ഒരു കാര്യം പറയാം, പെട്ടെന്ന് തല തോർത്തുക എന്നിട്ട്. അപ്പോൾ ഇത് പറയുന്നത് മനസ്സിൽ പറഞ്ഞാൽ മതി, ജപിക്കുന്ന വാഗുകൊണ്ട് ജപിക്കണം. ഇത് രാവിലെ ഈറനോടെ ചെയ്യുക. അത്ഭുതകരമായ രാവിലെ ഈറനോടെ എല്ലാ ദിവസവും രാവിലെ ചെയ്യുക. അത്ഭുതകരമായ മാറ്റം ഉണ്ടാകും. അപ്പോൾ ഇത് നിങ്ങൾക്കിപ്പം കേട്ട് കഴിഞ്ഞാൽ തന്നെ ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. ഇനി ഈ വീഡിയോയുടെ താഴെ എഴുതിയിടേണ്ട കാര്യമില്ല. ഞാൻ വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞത്. അത് കേട്ടെഴുതി എടുക്കാനുള്ളതേ ഉള്ളൂ. ഇത് ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമസ്തുതേ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപിണി ദേവി പ്രണാമം 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 എന്ന് ഇടതുകാല് മുന്നോട്ട് വെച്ച് ഇടതുകൈ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വാ കൊണ്ട് ഉച്ചരിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മനസ്സിൽ ദേവിയോട് പറയുക. അപ്പോൾ എനിക്കൊരു ജീവിതമാർഗം നൽകണേ, സമ്പത്ത് നൽകണേ, അന്നന്നത്തേക്ക് ജീവിക്കാനുള്ള സമ്പത്ത് നൽകണേ. ഇന്നത്തെ എല്ലാ കാര്യങ്ങളും അമ്മയുടെ അനുഗ്രഹത്താൽ ഏറ്റവും നല്ല രീതിയിൽ നടത്തപ്പെടണേ. എപ്പോഴും അമ്മയുടെ സഹായം ഉണ്ടാകണേ. എനിക്ക് ജീവിക്കാനുള്ള ധനവും സമ്പത്തും നൽകണേ. അമ്മ എന്നെ സഹായിക്കണേ. പ്രണാമം 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 അമ്മേ എന്ന് മനസ്സിൽ 3 തവണ പ്രാർത്ഥിക്കുക. ഒരു തവണ പ്രാർത്ഥിച്ചാൽ മതി. പ്രണാമം 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 3 തവണ പറയണമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് പെട്ടെന്ന് തല തോർത്തുക. പിന്നെ നിങ്ങൾ ചെയ്യുന്ന വിദ്യകളൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ അതിന് മുമ്പ് നിങ്ങൾ ചെയ്യുന്ന വിദ്യകളൊക്കെ ചെയ്യാം. ഇത് ദിവസവും രാവിലെ ചെയ്യുക. അന്ന് നിന്നിട്ട് നിങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. അതുവരെയുള്ള നിങ്ങളാണോ പിന്നെ നോക്കുക. ദിവസവും ചെയ്യണം. ഒരു ദിവസം ചെയ്തുകൊണ്ട് കാര്യമില്ല, ദിവസവും ചെയ്യുക. നിങ്ങളുടെ സ്വഭാവം മാറും, നിങ്ങളുടെ സന്തോഷം ഉണ്ടാകും, നിങ്ങളുടെ ജീവിതത്തിൽ ദുരിതങ്ങൾ മാറാൻ തുടങ്ങും, നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകും, ദേവീ കടാക്ഷം ഉണ്ടാകും, നിങ്ങളുടെ എല്ലാ ഗ്രഹപ്പിഴകളും മാറാൻ തുടങ്ങും, എല്ലാ സമയദോഷങ്ങളും മാറാൻ തുടങ്ങും, എല്ലാ ശാപദോഷങ്ങളും മാറാൻ തുടങ്ങും. ശത്രുദോഷങ്ങൾ നിങ്ങളുടെ അയൽപക്കത്ത് വരത്തില്ല. മാത്രമല്ല സമ്പത്ത്, ഐശ്വര്യം, ധനം ഒക്കെ ദേവിയുടെ കൃപയാൽ കുമിഞ്ഞുകൂടും. നിങ്ങൾ ചെയ്യുന്ന ജോലി, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളിലൊക്കെ വിജയങ്ങളുണ്ടാകും. നിങ്ങളെ ആർക്കും തടുക്കാൻ സാധിക്കത്തില്ല, നിങ്ങളെ ആർക്കും തടഞ്ഞു നിർത്താൻ പറ്റത്തില്ല. നിങ്ങളുടെ ഉയർച്ചയെ ദേവിക്കെതിരില്ല. അപ്പം ഇതിൻ്റെ അകത്ത് ഇച്ഛാശക്തി എന്ന് പറയുന്നുണ്ട്. ഇച്ഛാശക്തി എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കാനുള്ള ഒരു ശക്തിയാണ്. അത് ആഗ്രഹിക്കാനുള്ള ശക്തി എന്നുപരി ഇച്ഛ എന്ന് പറഞ്ഞാൽ അത് വളരെ പവർഫുള്ളായിട്ടുള്ള നിങ്ങളുടെ ആ മനസ്സിൽ നിന്നുള്ള ശക്തമായ ഒരു ആഗ്രഹമാണ് ഇച്ഛാശക്തി.
സാധാരണ മനസ്സിൽ നിന്ന് വരുന്ന ആഗ്രഹമല്ല, മനസ്സിൽ നിന്നും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ദൈവികമായ ഒരു ഒരു പവറാണ് ഈ ഇച്ഛാശക്തി എന്ന് പറയുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്ന എന്തും നേടിയെടുക്കാൻ പറ്റും. അല്ല സാധാരണ ആഗ്രഹമല്ല ഇച്ഛാശക്തി. നിങ്ങളുടെ ഉള്ളിലെ ദൈവികമായ ആ ഒരു ചൈതന്യം, ആ ബോധത്തോടു കൂടിയ ശക്തമായ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിത്തരുന്ന ഒരു ശക്തിയാണ് ഇച്ഛാശക്തി. അത് ദേവിയാണ്. ജ്ഞാനശക്തി, അതായത് അറിവ് നൽകുന്ന ഒരു ശക്തിയാണ്, അതും ദേവിയാണ്. അറിവെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അറിവല്ല. അറിവെന്ന് പറഞ്ഞാൽ ഒരു കാര്യം നേടിയെടുക്കാനുള്ള, അല്ലെങ്കിൽ ഒരു കാര്യം, ആ കാര്യം എന്താണോ അത് ആയിത്തീരാനുള്ള ആ അപാരമായ ഒരു ശക്തിയാണ് അറിവിൻ്റെ ശക്തി, ജ്ഞാനശക്തി. ജ്ഞാനമെന്നും അറിവെന്നും പറയുന്ന രണ്ടും രണ്ടാണ്. അറിവെന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയെടുക്കും, ജ്ഞാനം എന്ന് പറഞ്ഞാൽ നമ്മൾ അനുഭവത്തിലൂടെ കൂടെ മനസ്സിലാക്കിയെടുക്കുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ ആ ജ്ഞാനശക്തി നമുക്ക് ആ ദേവിയുടെ അനുഗ്രഹങ്ങൾ നമുക്ക് അനുഭവത്തിൽ തന്ന്, നമുക്ക് ഓരോ കാര്യങ്ങളും ദേവി അനുഭവത്തിൽ തന്നുകൊണ്ടേയിരിക്കും. ജ്ഞാനശക്തി, അറിവിനുപരി അനുഭവം കൂടെ അതിൻ്റെ അകത്ത് വരും. ക്രിയാശക്തി, പ്രവർത്തിക്കാനുള്ള ശക്തി. നമുക്ക് ഏത് കാര്യവും പ്രവർത്തിക്കണമെങ്കിൽ, ചലിക്കണമെങ്കിൽ, ശിവൻ പോലും സൗന്ദര്യലഹരി പറയുന്ന ദേവി ഇല്ലെങ്കിൽ അശക്തനാണ്. അപ്പം ശിവനെ പോലും ചലിപ്പിക്കുന്ന ശക്തിയാണ് ദേവി. ദേവി പരാശക്തിയാണ്. ദേവി ഇല്ലാതെ ഒന്നുമില്ല. ദേവിയിലാണ് ഈ പ്രപഞ്ചം മുഴുവൻ ചലിക്കുന്നത് എന്നുള്ളതാണ്. പ്രപഞ്ചത്തെ ചലിപ്പിക്കുന്ന ആ പരാശക്തി, ആ പരബ്രഹ്മ സ്വരൂപിണിയാണ് ദേവി. ദേവിക്ക് സാധിക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. അപ്പം ക്രിയാശക്തി, ഏത് കാര്യം നേടിയെടുക്കണം, പ്രവർത്തി കൊണ്ട് നേടണമെങ്കിൽ ദേവിയുടെ അനുഗ്രഹം വേണം, അല്ലെങ്കിൽ നമുക്കത് തടസ്സങ്ങളുണ്ടാവും. അപ്പം ആ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപിണി ദേവി, പ്രണാമം പ്രണാമം പ്രണാമം. അതിനപ്പുറത്തൊന്നുമില്ല. അപ്പം അതാണ് എല്ലാ കാര്യത്തിൻ്റെയും ആധാരം ദേവിയാണ്. ഇപ്പോൾ ദേവിയെ വിളിക്കാതെ നമ്മൾ ദേവിയെ വിളിച്ചിട്ട് വേണം നമ്മൾ എന്ത് കാര്യവും ആരെ വിളിക്കാനും എന്ത് ചെയ്യാനും. ദേവിയിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. ദേവി ശക്തിയാണ്. ശക്തിയില്ലാതെ നമ്മൾ അശക്തനാണ്, ചലിക്കാൻ നമ്മൾ അസമർത്ഥനാണ്. ശിവൻ പോലും ശക്തിയെ കൂടാതെ അസമർത്ഥനാണെന്നാണ് സൗന്ദര്യലഹരി പറയുന്നത്. അപ്പം ദേവിയിൽ നിന്നാണ് എല്ലാം ആരംഭിക്കുന്നത്. ദേവിയുടെ അനുഗ്രഹമാണ് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത്. ദേവിയെ വണങ്ങണം. ഇപ്പം ഏത് കാര്യത്തിനാണേലും ആ ദേവീ പ്രീതി ഇല്ലാതെ എല്ലാം അപൂർണമാണ്. ദേവിയല്ലാതെ ഒന്നും പൂർണ്ണതയില്ല. അപ്പോൾ ആ ദേവിയെ ആണ് എല്ലാത്തിനും ആധാരമാണ്. ആധാരമെന്ന് വെച്ചാൽ എല്ലാ കാര്യത്തിൻ്റെയും ആധാരമായ ദേവിയെയാണ് നമ്മൾ പ്രണമിക്കുന്നത്. അത് ഇച്ഛാശക്തി രൂപത്തിലാണ്, ജ്ഞാനശക്തി രൂപത്തിലാണ്, ക്രിയാശക്തി രൂപത്തിലാണ്. ഈ എല്ലാ രൂപത്തിലും ദേവി തന്നെയാണ് വർത്തിക്കുന്നത്. ഇതെല്ലാം ദേവി തന്നെയാണ്. അപ്പം ആ ദേവിയെ ഞാൻ വന്ദിക്കുന്നു അല്ലെ പ്രണമിക്കുന്നു എന്ന് പറയുമ്പം ആ ദേവിയുടെ അനുഗ്രഹം നമുക്കുണ്ടായി വരും. അത് മതി നമുക്ക് ജീവിതത്തിൽ എല്ലാ കടബാധ്യതകളും, എല്ലാ സാമ്പത്തിക ബാധ്യതകളും, എല്ലാ ദുരിതങ്ങളും, എല്ലാ ശാപങ്ങളും, എല്ലാ ഗ്രഹദോഷങ്ങളും, ഗ്രഹപ്പിഴകളും, കാലദോഷങ്ങളും, അഷ്ടമശനിയും ജന്മശനിയും എന്ന് വേണ്ട സർവ്വവിധ ഗ്രഹപ്പിഴകളും കാലദോഷങ്ങളും ഗ്രഹദോഷങ്ങളും എല്ലാം നമ്മളെ വിട്ടകലാൻ ദേവിയുടെ അനുഗ്രഹം മതി. രാഹുദോഷം, ശനിദോഷം, ഏത് ദോഷവും ദേവി വിചാരിച്ചാൽ നിഷ്പ്രയാസം വിട്ടുമാറും. കാരണം എല്ലാത്തിനെയും ആധാരം ദേവിയാണ്. അങ്ങനെയുള്ള പരാശക്തിയായ പരബ്രഹ്മ സ്വരൂപിണിയായ പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന ആ ദേവിയെയാണ് ഞാൻ നമിക്കുന്നത്. മനസ്സിലായോ? ഈ സ്തുതിയുടെ അർത്ഥമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അങ്ങനെയുള്ള ദേവിയെ ഞാൻ പ്രണമിക്കുന്നു. കുളിച്ചീറനോടെയാണ് ചെയ്യുന്നത്. ഈറനോടെ ചെയ്യുന്ന പ്രാർത്ഥനകൾക്ക് പെട്ടെന്ന് ഫലമുണ്ടാവും. അതൊരു രഹസ്യമാണ്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്കറിയാം അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന്. അപ്പം ഈറനോടെയുള്ള പ്രാർത്ഥനകളെല്ലാം പെട്ടെന്ന് ഫലം കാണും. ഇത് രാവിലെ ഇത് ചെയ്തിട്ട് ഒരു ദിവസം തുടങ്ങുക. ആ ദിവസം ഏറ്റവും നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളിലും വിജയിക്കാനും എല്ലാ ഉയർച്ചകളും ഉണ്ടാകാനും ഉപകരിക്കും. അങ്ങനെ ഓരോ ദിവസമായി കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതം മുഴുവനും എന്നും നന്മകളും സമ്പത്തും ഐശ്വര്യവും ഉണ്ടാകും. നിങ്ങളൊരാപത്തിലും പോയി ചാടുകയില്ല. ആർക്ക് തകർച്ച ഉണ്ടായാലും നിങ്ങൾക്ക് തകർച്ച ഉണ്ടാകത്തില്ല. നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഉയർച്ചകൾ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇത് എവിടെ ഇരുന്ന് ആർക്കും ചെയ്യാം. ഗൾഫിയിരിക്കുന്നവർക്കും ചെയ്യാം. അവിടെ കുളിമുറി ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നുള്ളത് എവിടെ നിന്നാലും ചെയ്യാം. അന്റാർട്ടിക്ക നിന്നാലും ചെയ്യാം.
എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുളിക്കുന്ന ഒരു സാഹചര്യം എവിടെ ഉണ്ടെങ്കിലും അത് എവിടെ നിന്ന് വേണമെങ്കിലും ചെയ്യാം, അതിനകത്ത് യാതൊരു കുഴപ്പമില്ല. അല്പം വെള്ളം കൊണ്ട് നിങ്ങൾ ശരീരം ശുദ്ധിയാക്കുന്നുണ്ടെങ്കിൽ, കുളിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ദേവിയെ ഈ രീതി വിളിക്കുക. അത് എത്ര ദൂരെ ഇരുന്നും, ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളായിക്കോട്ടെ, അമേരിക്കൻ രാജ്യങ്ങളായിക്കോട്ടെ, ഒക്കെ എവിടെ നിന്നും ആളുകൾക്ക് അവരവരുടെ കാര്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ക്ഷേത്രത്തിൽ പോകാൻ പറ്റാത്തവരുണ്ട്, അവർക്കുമൊക്കെ ചെയ്യാം. അതിനുവേണ്ടി എല്ലാവർക്കും പ്രയോജനമുള്ള കാര്യമാണ് ഞാനീ പറഞ്ഞു തരുന്നത്. ആർക്കും ചെയ്യാം. ഇനിയും ഇത് മാത്രം ചെയ്താൽ തന്നെ ഈ പറഞ്ഞ ഫലങ്ങളൊക്കെ ഉണ്ടാകും. ഇനിയും പറ്റുന്നവർ നിങ്ങൾ വെള്ളിയാഴ്ചകളിൽ ദേവീക്ഷേത്രത്തിൽ പോകണം. ദേവീക്ഷേത്രത്തിൽ പോയി അമ്മയ്ക്ക് കടുംബായുസം, ചുവന്ന പൂക്കൾ കൊണ്ടുള്ള മാല, ചെമ്പരത്തി മാലയാണ് ഏറ്റവും നല്ലത്. ഇനി ചെമ്പരത്തിയിലെ ചുവന്ന പൂക്കൾ ഏതുമായാലും, ചുവന്ന പൂക്കൾ അവിടെ സമർപ്പിക്കാൻ പറ്റുന്ന ഏത് ചുവന്ന പൂക്കളാണെങ്കിലും കുഴപ്പമില്ല. ഭാഗ്യസുക്ത പുഷ്പാഞ്ജലിയും കൂടെ ചെയ്യുക. കടുംബായുസം എന്തായാലും കൊടുക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത ദേവീക്ഷേത്രത്തിലെ വിശേഷ പായസം എന്നാന്ന് വെച്ചാൽ അത് കൊടുക്കുക. പലർക്കും പല വ്യത്യാസങ്ങളും കാണും, അവിടുത്തെ രീതി അനുസരിച്ച് ചെയ്യുക. ഇത് വെള്ളിയാഴ്ചകൾ ആവർത്തിക്കണം. വെള്ളിയാഴ്ചകളിൽ ദേവിക്ക് കടുംബായുസം, ചുവന്ന പൂക്കൾ കൊണ്ടുള്ള മാല, അതുപോലെ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ഇത് ചെയ്താൽ പെട്ടെന്ന് ജീവിതത്തിൽ മാറ്റം വരും. ചെയ്ത് നോക്കിക്കോ. ഇതോടൊപ്പം അത് പറ്റുന്നവർ ചെയ്യുക. അല്ലാത്തവർ ഈ പ്രാർത്ഥന തന്നെ ചെയ്താലും അവരുടെ ജീവിതത്തിൽ എല്ലാ സമ്പത്തും ഐശ്വര്യവും ഉയർച്ചയും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായി വരും എന്ന് തന്നെയാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണ്. നിങ്ങളിത് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടായിക്കഴിയുമ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ പറഞ്ഞു കൊടുക്കുക. എല്ലാവരുടെയും ജീവിതത്തിൽ മാറ്റം ഉണ്ടാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഇനി ഏത് കാര്യമാണേലും ചെയ്തു കഴിഞ്ഞ് പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. അപ്പോഴതുകൊണ്ട് ഫലം ഉണ്ടാകുന്നത്. ഇപ്പം നമ്മൾ ഈ പ്രാർത്ഥന ചെയ്തു, തല തോർത്തി, പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. ചിന്തിച്ചാൽ നമുക്കത് സംശയമുള്ളതുകൊണ്ടാണ്. സംശയം ഉണ്ടെങ്കിൽ അത് ഫലം കിട്ടത്തില്ല. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ചെയ്യുക, മറക്കുക, അങ്ങനെ ആവർത്തിക്കുക. മനസ്സടക്കം വേണം, ഒരു ഡിസിപ്ലിൻ വേണം. എന്നാൽ മാത്രമേ ഫലം ഉണ്ടാകത്തുള്ളൂ. നമുക്കത് വിശ്വാസം വേണം. ഇപ്പം നമ്മളൊരു വണ്ടി ഓടിക്കുന്നു, ഇപ്പോൾ ഇടിക്കുക എന്ന് പറഞ്ഞ് ഓടിച്ചാൽ എവിടെയെങ്കിലും ചെന്നിരിക്കും. കാരണം അത് നമ്മുടെ സംശയമാണ്, ടെൻഷനാണ്. നമ്മൾ ആ സംശയമാണ് എല്ലാത്തിനും പ്രശ്നം. നമ്മളത് വിശ്വസിച്ചൊരു കാര്യം ചെയ്യും. ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്നു, ഇപ്പം തകരും എന്നും വിചാരിക്കുക ബിസിനസ് തകരും എന്ന് വെച്ചാൽ ബിസിനസ് തകരും. സംശയം വേണ്ട. ഒരു മോനുണ്ട്, ഒരു മോളുണ്ട്, എപ്പോഴും ചിന്തിക്കുക ഇവരൊക്കെ നല്ലതായിട്ട് വരുമോ, ഇവർ കൂട്ടുകെട്ടിൽ കൂടെ മോശമായി പോവുമോ എന്ന് വെച്ചാൽ പോവും. കാരണം എപ്പോഴും നമ്മളിങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് സംശയമുള്ളതുകൊണ്ടാണ്. ആ സംശയമുള്ളതെല്ലാം സംശയം നല്ല രീതിയിൽ വരത്തില്ല. അപ്പോൾ അത് കൊണ്ട് നമ്മൾ ഏത് കാര്യവും, ഒരു ജോലിയാണേലും ഒരു പ്രവൃത്തിയാണേലും ഒരു പ്രാർത്ഥനയാണേലും വിശ്വാസത്തോടു കൂടി ചെയ്യണം. ചെയ്ത് കഴിഞ്ഞ് പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. അത് ചിന്തിക്കാതെ എന്തുകൊണ്ടാണ്? വിശ്വാസമുള്ളതുകൊണ്ട്. അത് ശരിയാകുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുമ്പോഴാണ് ഫലം ഉണ്ടാകുന്നത്. അത് നിങ്ങൾക്ക് ഫലം ഉണ്ടാകാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇപ്പോൾ ഈ മദ്യപാനം, ലഹരിയൊക്കെ ഉപയോഗിക്കുന്നത് ഞാൻ പലർക്കും പറഞ്ഞു കൊടുത്ത് ഒരുപാട് കുടുംബങ്ങൾക്ക് മാറ്റം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ചിലർക്കത് ഫലം ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഒരുപാട് പേരുടെ ജീവിതം മാറി. അവരൊക്കെ വിശ്വാസത്തോടെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച രാവിലെ ശിവക്ഷേത്രത്തിൽ ഇപ്പം ഭർത്താവാണ് പ്രശ്നമെങ്കിൽ, മദ്യപാനം കൊണ്ട് പ്രശ്നമെങ്കിൽ ഭർത്താവിൻ്റെ പേരിൽ ജലധാര, ഭർത്താവിൻ്റെ പേരിൽ മൃത്യുഞ്ജയാർച്ചന, അത് ഭാര്യയുടെ ഭർത്താവിൻ്റെ പേരിൽ ഐക്യമത്യാർച്ചന, വൈകുന്നപാട് ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയാർച്ചന, ഭാര്യയുടെ ഭർത്താവിൻ്റെ പേരിൽ ഐക്യമത്യാർച്ചന. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു കൊടുത്ത് എനിക്ക് നേരിട്ട് അനുഭവമുണ്ട്. ഒരുപാട് കുടുംബങ്ങൾ ഭയങ്കര ഐക്യത്തിലും സ്നേഹത്തിലും പോകുന്നവരുണ്ട്. ഒരുപാട് ഞാൻ നേരിട്ട് അനുഭവം ഉണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് അത് ശരിയായിട്ട് ചെയ്താൽ ഫലം ഉണ്ടാകും. എനിക്കതറിയാം. കാരണം ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള കുടുംബങ്ങൾ വലിയ വഴക്കും ബഹളമായിട്ട് കഴിഞ്ഞവർ ഇന്ന് സ്നേഹത്തിൽ കഴിയുന്നുണ്ട്. ഞാനിത് പറഞ്ഞുകൊണ്ട് ചെയ്ത് നേരിട്ട് എനിക്ക് കണ്ടു ബോധ്യപ്പെട്ട കാര്യമാണ് പലതവണ. അപ്പോൾ അത് എനിക്ക് അറിയാം. അപ്പോൾ അത് ചിലർക്ക് പക്ഷേ ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ പറയും, ഇത് നിങ്ങൾക്ക് ഫലമാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഇത് ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ പിറ്റേ ദിവസം ഭർത്താവ് മദ്യം കഴിച്ചിട്ട് വരുവാണെങ്കിൽ ഇവരുടെ മനസ്സങ്ങ് പോകും. ഇവർ വിചാരിക്കും ഇത് ചെയ്തിട്ടും ഫലമില്ലല്ലോ, ഇതൊന്നും അങ്ങനെ പോയി. ഇത് ഒരു തവണ ചെയ്തുകൊണ്ടൊന്നും ഒരു കാര്യം മാറ്റം ഉണ്ടാകത്തില്ല. നിങ്ങൾ വിശ്വസിച്ച് ഇത് വെള്ളിയാഴ്ചകൾ തോറും ആവർത്തിച്ചവർക്കെല്ലാം ഏറ്റവും മദ്യപാനം നിർത്തിയ കാര്യം ഒക്കെ ഞാൻ വീഡിയോ പറഞ്ഞു. പലരുടെയും അനുഭവം ഞാൻ പറഞ്ഞായിരുന്നു. ഇന്നലെയാണോ മിനിഞ്ഞാന്നാണോ ഏതൊരു വീഡിയോയിൽ മദ്യപാനം നിർത്തി, കുടി നിർത്തി ഒക്കെ ആളുകളുടെ ഒരുപാട് അനുഭവങ്ങൾ പറഞ്ഞു. ഇതേ ചെയ്തതാണ്. ഇപ്പോൾ ഒരു കാര്യം ചെയ്തിട്ട് ഒരുപാട് പേർക്ക് അത് അനുഭവം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും അത് ശരിയായിട്ട് ചെയ്യുന്നവർക്കെല്ലാം അനുഭവം ഉണ്ടാകും. ഇനി നമുക്കത് അനുഭവം ഉണ്ടാകുന്നില്ലേ നമ്മൾ അവർ ചെയ്യുന്ന പോലെ അല്ല എന്നുള്ളതാണ് പറഞ്ഞാൽ മനസ്സിലായി. ഇപ്പം ഇപ്പോൾ ക്രിയായോഗ ഞാൻ ഗുരുവിൻ്റെ സ്വീകരിച്ചു. അപ്പോൾ ക്രിയായോഗ ചെയ്യുന്ന എല്ലാവർക്കും ആ അനുഭവം ഉണ്ടാകുന്നില്ല. അത് ശരിയായിട്ട് ചെയ്യുന്നവർക്ക് ആ എൻലൈറ്റ്മെൻറ്റ് ഉണ്ടാകും, അല്ലെങ്കിൽ ആ ക്രിയായോഗയുടെ അനുഭവം ഉണ്ടാകും.
എന്നിട്ട് ക്രിയായോഗ തെറ്റാണെന്നതിൻ്റെ അർത്ഥമില്ല. അത് ആര് ശരിയായിട്ട് ചെയ്യുന്നോ അവർക്ക് അനുഭവം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഏത് വഴിപാടാണേലും നിങ്ങളത് ശരിയായിട്ട് ചെയ്യുമ്പോൾ, സംശയമില്ലാതെ ചെയ്യുമ്പോൾ, ചെയ്തു കഴിഞ്ഞാൽ അതങ്ങ് മറന്നേക്കണം. അങ്ങനെ ചെയ്താലാണ് ഫലം ഉണ്ടാകുന്നത്. നമ്മളത് പിന്നെ അതേക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമുക്കത് സംശയമുണ്ട്, ആ ഈശ്വരനെ സംശയമുണ്ട്, ആ ക്ഷേത്രത്തെ സംശയമുണ്ട്, ചെയ്ത കാര്യത്തെ സംശയമുണ്ട്. അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ അത് ഫലം കാണത്തില്ല. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഫലം കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും വിശദീകരിച്ചത്. പറഞ്ഞാൽ മനസ്സിലായോ? കാരണം അങ്ങനെ ശരിയായിട്ട് ചെയ്തവരുടെ എല്ലാ ജീവിതം മാറിയിട്ടുണ്ട്. ഞാൻ എത്രയോ വീഡിയോകളിൽ പറഞ്ഞു, ഒരു നിവൃത്തി ഇല്ലാത്തവർ പോലും എത്രയെല്ലാം കാര്യങ്ങൾ ജീവിതത്തിൽ നേടിയെടുത്തിട്ടുണ്ട്. 2 കണ്ടെയ്നർ ഒരാൾ വാങ്ങിയതും അതൊക്കെ ഞാൻ ഈ നാവുകൊണ്ട് പറഞ്ഞു കൊടുത്തതാണ്. അവരൊക്കെ സാധാരണക്കാരായിരുന്നു. അതുപോലെ ലക്ഷങ്ങൾ, വിളക്ക് തന്നെ കത്തിച്ചിട്ട് ലക്ഷങ്ങളൊക്കെ കിട്ടിയതും, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ, എത്ര പേരുടെ ലോട്ടറി തന്നെ അടിച്ച കാര്യങ്ങൾ, പിന്നെ അതൊക്കെ ഞാൻ പറഞ്ഞ ആ കാര്യങ്ങൾ ഒരു കറക്റ്റ് വിശ്വാസത്തോടെ ചെയ്തതാണ്. അതായത് ഞാൻ ഇടത് കൈയിൽ 1 രൂപ നാണയം വെച്ച് ശിവക്ഷേത്രത്തിൽ അല്ല കൃഷ്ണക്ഷേത്രത്തിൽ വ്യാഴാഴ്ച രാവിലെ ഒരു പ്രത്യേക രീതി പ്രാർത്ഥിച്ച് കാണിക്കയിലിടാൻ പറഞ്ഞു. അത് ചെയ്ത് അന്നെടുത്ത ലോട്ടറിക്കായിരുന്നു അന്നത്തെ ഏതാണ്ട് ഒരു ബമ്പറിൻ്റെ 10 ലക്ഷം രൂപ സെക്കൻഡ് പ്രൈസ് അടിച്ചത്. അപ്പോൾ അത് കൃത്യം വിശ്വാസമാണ്. അത് വിശ്വാസം ഉണ്ടെങ്കിൽ ഫലം ഉണ്ടാകും. എല്ലാവർക്കും അങ്ങനെ അടിക്കുമെന്നോ അങ്ങനെ ചെയ്യണമെന്നോ അല്ല ഞാൻ പറഞ്ഞു. ഏതെങ്കിലും ഒരു രീതി ജീവിതമാർഗം ഉണ്ടാകും. അതുപോലെ എത്രയോ ആളുകൾ വിദേശങ്ങളിൽ ജോലി ലഭിച്ച്, അല്ലെങ്കിൽ വലിയ വലിയ ജോലികൾ ലഭിച്ച്, അല്ലെങ്കിൽ ബിസിനസ് വലിയ ഒരു ഉയർച്ചകളുണ്ടായി എത്രയോ ആളുകൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യേണ്ട രീതി ചെയ്യണം. അല്ലാതെ നമ്മുടെ മനസ്സിൽ നിന്ന് ആദ്യം ആ ടെൻഷനും കളയണം. പലപ്പോഴും നമ്മൾ സാധാരണക്കാരാണ്, നമ്മുടെ മനസ്സിൽ എപ്പോഴും ടെൻഷൻ കാണും, ശരിയാകുമോ ശരി, അതങ്ങ് കളയണം. കാരണം നമ്മുടെ മനസ്സിൽ ആ ടെൻഷൻ ഇരിക്കുന്നിടത്തോളം കാലം നമ്മൾ കഴിഞ്ഞ കാലത്ത് നിൽക്കുമ്പോൾ ഈ പ്രസൻറ്റിൽ ഒരു കാര്യം ചെയ്താൽ, ഈ സമയത്തൊരു കാര്യം ചെയ്താൽ പൂർണ്ണതയോടെ ചെയ്യാൻ പറ്റത്തില്ല. പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്യാതെ അതിൽ നിന്ന് പൂർണ്ണ ഫലം ഉണ്ടാകത്തുമില്ല. അതുകൊണ്ടാണ് പഴയ ചിന്തകളെ, ഒരിക്കലും തിരിച്ചു വരത്തില്ല. പഴയ കാലങ്ങൾ ഒരിക്കലും ഇനി തിരിച്ചു വരത്തില്ല. പിന്നെ നമ്മൾ അതും ചുമന്നുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ ഫലം കിട്ടാൻ വേണ്ടിയാണ് പറയുന്നത്. കാരണം ഞാൻ വിശദമായിട്ട് അങ്ങനെ പറഞ്ഞു കൊടുത്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. എത്രയോ അനുഭവങ്ങൾ ഞാൻ ഒരുപാടുണ്ട് കേട്ടോ. വീഡിയോ പറയാത്തതിന് എത്രയോ ഉണ്ട്, വീഡിയോ പറഞ്ഞത് എത്രയോ ഉണ്ട്. എന്തെല്ലാം അനുഭവങ്ങൾ. ഇപ്പോൾ ലോട്ടറി അടിച്ചത് തന്നെ ആണെങ്കിൽ എത്രയോ പേരുടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അല്ലാതെ ബിസിനസ് വലിയ സാമ്പത്തികം ഉണ്ടായവരെ, ഞാൻ പറഞ്ഞ വാഹനം 2 കണ്ടെയ്നർ മേടിച്ചത്, പിന്നെ വലിയ തുകകൾ കിട്ടിയവരെ, അത് പിന്നെ ഒരുപാട് കാര്യങ്ങൾ, അതായത് സ്വർണ്ണമൊക്കെ കാണാതെ പോയിട്ട് കിട്ടിയവരെ, വിദേശത്ത് തൊഴിൽ കിട്ടിയവരെ, OET പരീക്ഷ 8 പ്രാവശ്യം എഴുതി തോറ്റിട്ട് പിന്നെ ഞാൻ പറഞ്ഞ കാര്യം ചെയ്ത് ജയിച്ചവരെ, ഇംഗ്ലണ്ടിൽ ഈ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഇംഗ്ലണ്ടിലെ പരീക്ഷ ഒരു പേപ്പർ പോയി അവസാനം ഞാനൊരു കാര്യം പറഞ്ഞ് അത് എഴുതിയെടുത്ത് അങ്ങനെ അവിടെ ജോലി കിട്ടിയവരെ, അങ്ങനെ എന്ത് വേണ്ട ഒരുപാട്, ഒരു 10 രൂപ എടുക്കാനില്ലാത്തവർ ഇന്ന് ലക്ഷങ്ങൾ സ്വന്തമായി ബിസിനസ് ചെയ്ത് ഉണ്ടാക്കുന്നവരെ, എത്രയോ ആളുകൾ, പിന്നെ 300 സ്റ്റാഫ് വരെ കീഴിലുള്ള ആളുകൾ ബിസിനസ് നടത്തുന്നത്, അവർക്കൊന്നും ഒരു കുഴപ്പമില്ല. ഈ നാവ് കൊണ്ട് ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും ചെയ്തതാണ്. അതുപോലെ എത്രയോ പ്രൊഫഷൻ ചെയ്യുന്നവർ, വലിയ സ്ഥാപനങ്ങൾ നടത്തുന്നവർ ഒക്കെ ഏറ്റവും ഉയർച്ച, സാമ്പത്തിക ഉയർച്ച, അത് ബേക്കറിക്കാർ മുതൽ വലിയ ഹോസ്പിറ്റൽ നടത്തുന്നവർ വരെ ഉള്ള നമ്മൾ പറഞ്ഞ പല കാര്യങ്ങളും ചെയ്ത് അവർക്കൊക്കെ അതുപോലെ വരുമാനം കാര്യങ്ങൾ വരുന്നുണ്ട്. അത് ചെയ്യേണ്ട രീതിയിൽ ചെയ്യണം. നമ്മളൊരു വാഴയ്ക്കാണെങ്കിലും വളമിട്ട് കഴിഞ്ഞാൽ ഏറ്റവും നല്ല വളം മേടിച്ച് വാഴയുടെ ചോട്ടിൽ കൊണ്ടിട്ടാൽ എങ്ങനെ ഇരിക്കും? നല്ല വളമാണ്, വളം ഇട്ടുകയും ചെയ്യും, അളിഞ്ഞു പോകും. വാഴയുടെ ചോട്ടിൽ നിന്ന് അല്പം മാറ്റി അകത്ത് ഇടുമ്പോഴാണ് ആ വാഴ കരുത്താർജിച്ച് വരുന്നത്. വളം ഇട്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിനൊരു രീതിയുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഏത് കാര്യം ചെയ്യുമ്പോഴും അതിനൊരു രീതിയുണ്ട്. ആ രീതി ചെയ്യുമ്പോഴേ അത് ഫലം ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ ഞാൻ ചെയ്തു എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. അങ്ങനെയുള്ളവർ ചെയ്യരുതെന്ന് ഞാൻ പറയുന്നത്. ഒന്നും ചെയ്യണ്ട, ശരിയായിട്ട് ചെയ്യാമെന്നുള്ളവർ ചെയ്താൽ മതി. അവർക്ക് അതിൻ്റെ ഒരു ഗുണമുണ്ടാകും. വെറുതെ സമയം കളയാമെന്നുള്ളൂ. അങ്ങനെ ചെയ്താൽ ശരിയായിട്ടല്ല ചെയ്തെങ്കിൽ വെറുതെ സമയം കളയാമെന്നുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു അറിവിന് വേണ്ടി ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ, ഒരു മാറ്റം ഉണ്ടാകാൻ വേണ്ടിയാണ്. കാരണം ആ മദ്യപാനമൊക്കെ മാറാൻ ആ പറഞ്ഞ കാര്യം ഒരുപാട് കുടുംബങ്ങളിൽ മാറ്റം വന്നു. അതുപോലെ രക്തപുഷ്പാഞ്ജലിയും കടുംപായസവും വെള്ളിയാഴ്ചയും പക്കനാളിലും ചെയ്ത് തെറ്റായ വഴിയിൽ പോയ ഒരുപാട് കുട്ടികൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അവരൊക്കെ വാട്സപ്പിൽ എത്ര ഒരു സന്തോഷത്തിൽ കരഞ്ഞുകൊണ്ടായിരുന്നു. അങ്ങനെ നല്ല രീതിയിൽ വന്നു, വിവാഹങ്ങൾ നടന്നു, എത്രയോ പറഞ്ഞാൽ തീരാത്ത പോലെ അനുഭവങ്ങൾ. അവരൊക്കെ ചിലത് 6 മാസങ്ങൾ വരെ തുടർച്ചയായിട്ട് ആഴ്ചകൾ ചെയ്തവരുണ്ട്. അതൊക്കെ അവരുടെ ഒരു ഇഷ്ടമാണ്. ഞാനൊരു കണക്ക് പറയാറില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ആവർത്തിക്കുക.
അപ്പോൾ അവർക്ക് വിശ്വാസമുണ്ട്, അതുകൊണ്ടാണ് അവർക്കറിയാം ഞാൻ വെറുതെ ഒരു കാര്യം പറയുന്നത്. പക്ഷേ 6 മാസങ്ങൾ ചെയ്തവരുണ്ട്, ചിലർ കുറച്ച് നാൾ ചെയ്യുമ്പോൾ തന്നെ ബലം ഉണ്ടായവരുണ്ട്, എത്ര മോശം കൂട്ടുകെട്ടുകളിൽ പോയവർ, അവരൊക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. സ്വയം ഞാൻ ഒരു പ്രാവശ്യം ഒരു കഥലിക് എൻ്റെ ഇവിടെ വന്ന് ഒരു ചെറുക്കനും പെണ്ണും അവർ പ്രേമത്തിലായിരുന്നു. അപ്പം പിന്നെ പ്രേമത്തിലായി, വലിയ വിഷയമായി, വീട്ടുകാർ തമ്മിൽ വലിയ ബഹളമായി, ഏതാണ്ട് ഒരു കയ്യാങ്കളി വരെയായെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇച്ചിരി മോശമായ ഒരു സാഹചര്യമായിരുന്നു. ആ സമയത്താണ് എൻ്റെ അടുത്ത് വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, പ്രേമകാര്യങ്ങളിൽ ഞാൻ അഭിപ്രായം പറയാറില്ല, സ്നേഹിച്ചവർ കെട്ടണം, അത് അവരുടെ ഇഷ്ടം, ഞാനതേക്കുറിച്ച് ആരുടെ സ്വാതന്ത്ര്യത്തിൽ ഞാൻ ഇടപെടാറില്ല, അതൊക്കെയാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാമോ, ഒരു വഴിപാട് എന്തെങ്കിലും പറഞ്ഞു തരാമോ, ഒരു നല്ല ബുദ്ധി പിള്ളേർക്ക് നല്ല ബുദ്ധി തോന്നാനുള്ള. അപ്പം ഞാൻ പറഞ്ഞു, അത് വേണേൽ പറഞ്ഞുതരാം, അത് ഈശ്വരനപ്പം എന്താണ് നല്ല ബുദ്ധി വേണ്ടത് കൊടുത്തോളും, അല്ലാതെ നമ്മൾ പ്രേമകാര്യത്തിൽ ഒരു അഭിപ്രായം പറയാറില്ല, അതൊക്കെ അവരവരുടെ ഇഷ്ടം. അപ്പോഴത്തേനും പറഞ്ഞു, എന്നാൽ ഒരു വഴിപാട് പറഞ്ഞു തരാൻ പറഞ്ഞു. അപ്പം ഞാൻ ഭദ്രകാളിക്ക് കടുംബായുസ്സും രക്തപുഷ്പാഞ്ജലിയും പറഞ്ഞു കൊടുത്തു, പുത്തങ്കാവിൽ അമ്പലത്തിലാണ് എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. പിന്നെ ഒരു കദളിക്കൊല തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിലേക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഈ കടുംബായുസ്സും രക്തപുഷ്പാഞ്ജലി അത് മാരണത്താവിലാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇതിലേതായാലും ആവർത്തിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് കദളിക്കൊല ഒരു മഴയുള്ള ഒരു ദിവസം ഇവർ രാവിലെ ഓട്ടോയിൽ കൊണ്ടുപോയത് ഇന്നും അവരത് ഓർക്കുന്നു. പോയി ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ സമർപ്പിച്ചു. എന്തായാലും കൊള്ളാം, എനിക്കത് വിശ്വാസമായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഈ കദളിക്കൊല കൊണ്ട് വെച്ചോണ്ടൊന്നും കാര്യമില്ല, നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങളത് വിശ്വസിക്കണം, വെച്ച് കഴിയുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കരുത്, എന്നാൽ ഫലമാകും എന്ന് ഞാൻ പറഞ്ഞു. അല്ലാതെ നിങ്ങളിത് വെച്ച് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ വെറുതെ സമയം കളയാന്നുള്ളൂ. ഞാൻ വ്യക്തമായിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക, ശരിയായിട്ട് ചെയ്താൽ ഫലം ഉണ്ടാകും, അല്ലെങ്കിൽ സമയം കളയാന്നുള്ളൂ. അപ്പോൾ അവർ ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ ചെയ്തു. കദളിക്കൊല അവരുടെ കാര്യം പറഞ്ഞു വെച്ചു, പിള്ളേർക്ക് നല്ല ബുദ്ധി തോന്നണം എന്ന് പറഞ്ഞു വെച്ചു. പിന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. പിള്ളേർക്കെന്ന് പറഞ്ഞാൽ അവരുടെ മകനല്ല, അവരുടെ മകളായിരുന്നു. അവരാണ് എൻ്റെ അടുത്ത് വന്നത്. അപ്പോഴത്തേനും സ്വയം ആ പെണ്ണും ആ പെണ്ണിനെ സ്നേഹിച്ച ചെറുക്കനും സ്വയം പിന്മാറി. ആരും ഒരു വഴക്കും പറഞ്ഞില്ല, സ്വയം അവർ പിന്മാറി. ആ പെൺകുട്ടി നല്ലൊരു വിവാഹം നടന്നു, അവളിപ്പം UK പോയി. ഈ പയ്യനും വേറൊരു വിവാഹം നടന്നു, അവന് അമേരിക്കയോ കാനഡ അങ്ങനെ രാജ്യത്ത് അവനും ഭാര്യയായിട്ട് പോയി. രണ്ടുപേരും രക്ഷപ്പെട്ടു, ഒരു പ്രശ്നവും ഇല്ലാതെ സന്തോഷമായിട്ട് സ്വയം അവർ പിന്മാറി അവരുടെ പുതിയൊരു ജീവിതത്തിലേക്ക് അവർ വന്നു. അത് ഞാൻ ആ വഴി നാവുകൊണ്ട് ആ വഴി പറഞ്ഞു കൊടുത്ത്. ഭദ്രകാളിക്ക് കടുംബായുസ്സും രക്തപുഷ്പാഞ്ജലി, തിരുവല്ല ശ്രീവല്ലഭസ്വാമിക്ക് ഒരു കദളിക്കൊല, പഴുത്ത ഒരു കദളിക്കൊല എന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചമരുന്നുകട, അത് വ്യാഴാഴ്ച ദിവസം സമർപ്പിക്കാനാണ് പറഞ്ഞത്. അതായത് തലേദിവസം ബുധനാഴ്ച പച്ചമരുന്നുകടയെന്ന് പോയി നന്നായിട്ട് പഴുത്തതായിരിക്കണം, നമ്മൾ ഉപയോഗിക്കുന്നതിലും നല്ലതായിരിക്കണം ഭഗവാന് കൊടുക്കുന്നത്. അങ്ങനെ നല്ല പഴുത്ത കദളിക്കൊല മേടിച്ച് ആരും ഇരിഞ്ഞൊന്നും ആയിരിക്കും, ഇത് പച്ചയാണെങ്കിൽ ഒരു ബലവും കിട്ടത്തില്ല. അങ്ങനെ അത് വ്യാഴാഴ്ച വെളുപ്പിനെ നടക്കി പിടിച്ച് കാര്യം പറഞ്ഞ് നന്നായിട്ട് പ്രാർത്ഥിച്ച് നടക്കി വെക്കുക. പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. പിന്നെ ചിന്തിച്ചാൽ വെറുതെ സമയങ്ങളാണെന്നുള്ളൂ, ഒരു ഫലവും കിട്ടത്തില്ല. പിന്നെ മറന്നേക്കണം. കറക്റ്റ് അവരതുപോലെ ചെയ്തു, അത് ഫലമായി. അത് ഞാൻ പറഞ്ഞത് ഒരു വഴി ഞാൻ പറഞ്ഞു കൊടുത്തു, പിന്നെ അവരതുപോലെ ചെയ്തതും കൊണ്ടാണ്. ഈ ഇടയ്ക്കിടയ്ക്ക് അവർ വഴി വെച്ച് കാണുമ്പോൾ ഇപ്പോഴും പറയും അതൊരിക്കലും മറക്കാൻ പറ്റത്തില്ലെന്ന് പറയും. കാരണം എന്തൊരു മാറ്റമാണ് അത്. കൂടി വന്നാൽ അതിനൊക്കെ എന്തോ ചിലവുണ്ട്. ഒരു കടുംബായുസ്സും രക്തപുഷ്പാഞ്ജലി എന്നാകും, ഒരു കദളിക്കൊലയ്ക്ക് എന്നാകും, എന്തോ ചിലവുണ്ട് അതിനൊക്കെ. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇതുപോലെയുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ഒരുപാട് ജീവിതങ്ങൾ മാറ്റിയ കാര്യങ്ങളാണ്. അത് ശരിയായിട്ട് ചെയ്യേണ്ട രീതിയിൽ ചെയ്യണം കേട്ടോ, അതാണ് ഫലം ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. അതായത് സ്ത്രീകൾക്ക് ഇടത് കൈ, പുരുഷന്മാർക്ക് വലത് കൈ. അപ്പം അങ്ങനെ ചിന്തിക്കണം. ഈ പറയുന്ന എല്ലാ കാര്യവും അങ്ങനെ ചിന്തിക്കണം. അപ്പം സ്ത്രീകൾക്ക് ഇടത് കൈ, പുരുഷന്മാർക്ക് വലത് കൈ. അപ്പം പുരുഷന്മാരുടെ വലത് കൈയിലും സ്ത്രീകളുടെ ഇടത് കൈയിലും ചെറുവിരലിന് താഴെയുള്ള ഭാഗമാണ് ബുധമണ്ഡലം. ഈ ബുധമണ്ഡലത്തിൽ ഒന്നിലധികം രേഖകൾ, കുനുകുനുകുനാന്ന രേഖകൾ, അല്ലെ ബുധമണ്ഡലത്തിൽ ക്രോസ്, അല്ലെ ബുധമണ്ഡലത്തിൽ രേഖകൾ അവ്യക്തമായിട്ട് കാണുക, അല്ലെ ബുധമണ്ഡലത്തിൽ കുറുകെ രേഖ കാണുക, അല്ലെ ചെരിഞ്ഞ രേഖ കാണുക, തൊഴിൽ തടസ്സം, സാമ്പത്തിക തടസ്സം, കഴിവിനൊത്തൊരു തൊഴിൽ കിട്ടാൻ തടസ്സം. ചിലർ കണ്ടിട്ടില്ലേ, B.Tech ഒക്കെ പഠിച്ചിട്ട് ചിലപ്പോൾ ഒരു പേപ്പർ വല്ലതും കിട്ടാൻ കാണും, ചിലപ്പം ബേക്കറിയിലൊക്കെ എടുത്തു കൊടുക്കാൻ നിൽക്കുക, അല്ലെങ്കിൽ
മറ്റു ചില കാര്യങ്ങൾക്ക് അവർ പഠിച്ചതനുസരിച്ചുള്ള ജോലി കിട്ടാതെ പല ജോലികൾ ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ഒരു ഭാഗ്യതടസ്സം, പിന്നെ ദൈവാധീനക്കുറവ്, പിന്നെ പരിശ്രമക്കുറവ് ഇതുകൊണ്ടുണ്ടാകുന്നതാണ്. പഠിച്ചതിനനുസരിച്ച് ജോലി കിട്ടാതെ വരിക. ചിലർ പഠിച്ച ജോലിയിലായിരിക്കത്തില്ല ചെയ്യുന്നത്. പിന്നെ കുടുംബ ക്ലേശം, വിവാഹം കഴിച്ചാലും കുടുംബപരമായ ക്ലേശങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ സാധ്യത, നിർബന്ധമില്ല, സാധ്യതകളുണ്ട്. അപ്പോൾ ഇത് കൈരേഖ നിങ്ങൾ തന്നെ ആരെങ്കിലും പരിശോധിച്ച് നോക്കൂ. ബുധമണ്ഡലത്തിൽ എന്താണ്? പിന്നെ ഇത്തരക്കാർക്ക് പ്രത്യേകിച്ച് ഈ ബുധമണ്ഡലം എന്ന് വെച്ചാൽ സബ് കോൺഷ്യസ് മൈൻഡിനെയാണ് ചിന്തിക്കുന്നത്. നമ്മളുടെ അബോധ മനസ്സ്, അതായത് സബ് കോൺഷ്യസ് മൈൻഡ് തന്നെയാണ് ഈശ്വരൻ. ഈ സബ് കോൺഷ്യസ് മൈൻഡിന് ബുധമണ്ഡലം ചിന്തിക്കും. ചൂണ്ടുവിരലിന് താഴെയുള്ള ഭാഗമായ വ്യാഴമണ്ഡലം കോൺഷ്യസ് മൈൻഡിനെയാണ് ചിന്തിക്കുന്നത്. അപ്പം ബുധമണ്ഡലത്തിലുണ്ടാകുന്ന ഏതൊരു പോരായ്മയും നിങ്ങളുടെ നിങ്ങൾ ചെറുപ്പം മുതൽ നിങ്ങൾക്ക് കിട്ടിയ കാഴ്ചപ്പാടുകൾ, അറിവുകൾ, നിങ്ങൾക്ക് കിട്ടിയ അനുഭവങ്ങൾ, ഇതുമൊക്കെ ആയിട്ട് ബന്ധമുണ്ട്. നിങ്ങൾ വളർന്നു വരുമ്പോൾ അതൊക്കെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ളതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനമായിരിക്കും നിങ്ങൾ. അപ്പോൾ അതിനൊക്കെ ഒന്ന് ജ്ഞാനശക്തി, ഇച്ഛാശക്തി, ക്രിയാശക്തി സ്വരൂപിണിയായ ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹം. 2 ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ചില കാര്യങ്ങൾ. 3 ഭഗവാൻ ശിവന് ചെയ്യേണ്ട ചില കാര്യങ്ങൾ. ഇങ്ങനെ ലളിതമായ ചില കാര്യങ്ങളൊക്കെ ചെയ്താൽ ജീവിതത്തിൽ വലിയ മാറ്റം വരും. ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ ഒരു പിൻവിളക്കിന് രസീതെടുത്ത് നടക്കി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, നല്ല മാറ്റം വരും. വെള്ളിയാഴ്ച ഭദ്രകാളി അമ്മയ്ക്ക് ഒരു ഭാഗ്യസുപ്ത പുഷ്പാഞ്ജലിയും ചുവന്ന പൂക്കളും വെള്ളപ്പൂക്കൾ കൊണ്ട് അർച്ചന ശ്രീകോവിനുള്ളിൽ ചെയ്യുക, നല്ല മാറ്റം വരും. വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച ഒരു ഭാഗ്യസുപ്ത പുഷ്പാഞ്ജലിയും വിഷ്ണു സഹസ്രനാമ അർച്ചനയും കൂടെ ചെയ്യുക, നല്ല മാറ്റം വരും. അപ്പോൾ ഇതൊക്കെ ജീവിതം മാറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലാതെ അവിടെ ഇവിടെയും പുസ്തകത്തിൽ കാണുന്ന കാര്യമൊന്നുമല്ല. ജീവിതം ഞാൻ പറഞ്ഞ അനുഭവമാണ് ഇത് പറഞ്ഞത്. അതിന് വലിയ വിലയാണ്. അതിന് വിലയിടാൻ പറ്റത്തില്ല. ജീവിതം പലരും തിരിച്ചു പിടിച്ചതാണ് ഈ കാര്യങ്ങൾ. ഇപ്പോൾ ഒരു കുട്ടിയാണ്, പഠിക്കുന്നു, അവൻ്റെ ബുധമണ്ഡലത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ അവന് 10ാം ക്ലാസ് വരുമ്പോൾ, അല്ലെങ്കിൽ +2 വരുമ്പോൾ, അല്ലെങ്കിൽ പുതിയൊരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോഴൊക്കെ കൺഫ്യൂസിങ് മൈൻഡായിരിക്കും, പ്രശ്നങ്ങളായിരിക്കും. ഇനിയിപ്പോൾ ഒരു പ്രായമുള്ള ഒരാളാണെങ്കിലും തൊഴിലിൽ എന്നും പ്രശ്നങ്ങളായിരിക്കും. അപ്പം ഇതൊക്കെ അത് നോക്കിയിട്ട് അതിനുള്ള പരിഹാരങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അതൊക്കെ ജീവിതത്തിൽ മാറി തുടങ്ങും. തടസ്സങ്ങൾ നിങ്ങൾ മാറാൻ തുടങ്ങും, നിങ്ങൾക്ക് സാമ്പത്തികം വരാൻ തുടങ്ങും. അപ്പം മനസ്സിലാകും ഈ ഹസ്തരേഖയായാലും ജ്യോതിഷമാണെങ്കിലും എത്രമാത്രം ജീവിതത്തോട് അടുത്ത് നിൽക്കും എന്നുള്ളത്. ഞാൻ കുറച്ച് നാളുകളെ നക്ഷത്രത്തെക്കുറിച്ച് ചെറിയ രഹസ്യങ്ങൾ ഓർക്കുന്ന, മനസ്സിലോട്ട് പെട്ടെന്ന് വരുന്ന ചില രഹസ്യങ്ങൾ, മെമ്മറി വരുന്ന ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. നിങ്ങൾക്ക് തന്നെ നിരീക്ഷിച്ച് നോക്കൂ. വിശാഖം നാളുകാർ അവർക്ക് മുരുകൻ്റെയും കൃഷ്ണൻ്റെയും അനുഗ്രഹം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ജീവിതത്തിൽ രക്ഷപ്പെടും. ഇവർക്ക് ഹോസ്പിറ്റൽ സംബന്ധമായ തൊഴിലുകൾ, കണക്ക് സംബന്ധമായ തൊഴിലുകൾ, ടെക്നിക്കൽ സംബന്ധമായ തൊഴിലുകൾ, മെക്കാനിക്ക്, വർക്ക്ഷോപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നല്ലതാണ്. എന്ന് വെച്ചാൽ ഇത് മാത്രം നല്ലതെന്നല്ല അർത്ഥം. ഇത്തരം തൊഴിലുകളും കൂടുതൽ നല്ലതായിരിക്കുമെന്ന് അതിൻ്റെ അർത്ഥം. അല്ലാതെ ഇത് മാത്രമാണെന്നോ ഈ വിശാഖമുള്ളവർ ഇത് മാത്രമേ ചെയ്യുന്നതെന്നോ ഒന്നും അല്ല പറയുന്നത്. ഇത്തരം തൊഴിലുകളൊക്കെ കൂടുതൽ നല്ലതാണ്. അത് പിന്നെ അവരുടെ ഗ്രഹനിലയും ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ പരിശോധിച്ച് കൂടുതൽ നമുക്ക് വ്യക്തമായ ഒരു കൃത്യതയിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. സാമാന്യമായിട്ട് പറയുന്നത്, പൊതുവായിട്ട് പറയുന്നത്, അങ്ങനെ മനസ്സിലാക്കുക. പിന്നെ ഇവർക്ക് പ്രായം ആകുമ്പോൾ മറ്റുള്ളവരെ അപേക്ഷിച്ച് സംബന്ധമായിട്ട് കാലിന് ചില പോരായ്മകൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. എന്ന് വെച്ചാൽ എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകുമെന്നല്ല അർത്ഥം കേട്ടോ. ഇത് പൊതുവായിട്ട് പറയുന്നത്, സാധ്യത കൂടുതലാണ്. പിന്നെ ഇവർക്ക് ഈ വിശാഖം നാളുകാർക്ക് എപ്പോഴും കഴിവുള്ളവരായിരിക്കും. പക്ഷേ ഇവരുടെ കഴിവ് മുഴുവൻ മറ്റുള്ളവർക്കായിരിക്കും പ്രയോജനപ്പെടുന്നത്. സ്വന്തം ജീവിതത്തിൽ അല്ലെങ്കിൽ സ്വന്തം മക്കൾക്കോ ഒന്നും വലിയ രീതിയിൽ പ്രയോജനപ്പെടണമെന്ന് നിർബന്ധമില്ല. പിന്നെ ഇവരുടെ ഒരു പ്രത്യേക ഏജിൽ വിവാഹം നടന്നില്ല, പിന്നെ വിവാഹത്തിന് നല്ല ബുദ്ധിമുട്ട് വരാം. എന്ന് വെച്ചാൽ അത് നടക്കത്തില്ലെന്നൊന്നും അല്ല പറഞ്ഞു കേട്ടോ, എല്ലാവർക്കും അങ്ങനെയാണെന്നും അല്ല പറഞ്ഞു, പൊതുവായിട്ട് പറയുന്നതാണ്. നിങ്ങൾക്ക് നാളുകളെക്കുറിച്ച് ചില കാര്യങ്ങൾ അറിയാൻ വേണ്ടി പറയാം, ഒരു അറിവിന് വേണ്ടി പറയാനേ ഉള്ളൂ. മകൻ നാളുകാർ ഫിനാൻസ് നല്ലതാണ്. ഫിനാൻസ് മേഖല, ബാങ്ക് ആയിക്കോട്ടെ, ഒരു ഫിനാൻസ് സ്ഥാപനമായിക്കോട്ടെ നല്ലതാണ്. നേഴ്സിംഗ് മേഖല നല്ലതാണ്. പിന്നെ ഇവർക്ക് ഒരു ജോലി തന്നെ സ്ഥിരമായിട്ട് വർഷങ്ങളോളം ചെയ്യാൻ കഴിവുള്ളവരാണ്. പിന്നെ ഈ മകൻ നാളുകാർ ഏത് മേഖലയിലാണെങ്കിലും പ്രത്യേക കഴിവുള്ളവരാണ് തൊഴിലിന്. പക്ഷേ അവരുടെ ഒരു കുഴപ്പം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സന്താന ദുഃഖങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. സന്താനം ഇല്ല എന്നല്ല, ഉള്ള സന്താനത്തെ കൊണ്ട് സന്താന ദുഃഖങ്ങൾ ഏത് രീതിയിൽ ഇവർക്ക് ഉണ്ടാകാറുണ്ട്. ഇവരുടെ ദാമ്പത്യം ഒരു മധ്യ വയസ്സ് വരെ വലിയ കുഴപ്പമില്ലാതെ പോകും. അത് കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു ഒറ്റപ്പെടൽ, ദാമ്പത്യം കുടുംബമായിട്ട് ജീവിച്ചാൽ പോലും ദാമ്പത്യ അനുഭവങ്ങൾക്ക് തടസ്സം, ദാമ്പത്യം ഏത് രീതിയിലും പിന്നൊരു ദാമ്പത്യം അനുഭവങ്ങൾക്ക് ചിലപ്പം കുറവ് വരാം.
എന്നിട്ട് പൊതുവായിട്ട് പറയുന്നത് കേട്ടോ, എല്ലാവർക്കും അങ്ങനെയാണെന്നല്ല, ഒരു സാമാന്യമായിട്ടുള്ള ഫലമാണ് പറയുന്നത്, ചിലർക്കെങ്കിലും അനുഭവപ്പെടാം. പിന്നെ ഇവർക്ക് കുടുംബപരദേവതയുടെ അനുഗ്രഹം കൊണ്ട് പെട്ടെന്ന് ജീവിതത്തിൽ മാറ്റം വരും. പിന്നെ ഇവർക്ക് കണ്ണിന് ചെറിയ പോരായ്മകൾ മറ്റുള്ളവരെ അപേക്ഷിച്ച് ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ തന്നെ നിരീക്ഷിച്ച് നോക്കുക. ഈ ചുമ്മാ ഈ നാള് പഠിച്ച് പറയുന്ന രീതിയല്ല, ഇത് കൃത്യമാണ്. അതുകൊണ്ട് മനസ്സിലാക്കുന്ന ഒരു പ്രയോജനം ഉണ്ടാകും. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് തന്നെ നിരീക്ഷിക്കാം. സാമാന്യ ഫലങ്ങളാണ് കേട്ടോ, അങ്ങനെ മനസ്സിലാക്കുക. എല്ലാവരും അങ്ങനെയാണെന്നല്ല, ചിലർക്കെങ്കിലും ഈ പറയുന്നതല്ല അങ്ങനെയാണ് പറയുന്നത്. ഇനിയും പൂരം നാളുകാർക്ക് സർവീസ് മേഖല നല്ലതാണ്. അതിപ്പോൾ ഒരു കമ്പ്യൂട്ടർ സർവീസ് ആയിക്കോട്ടെ, ഇലക്ട്രോണിക്കൽ സർവീസ് ആയിക്കോട്ടെ, ഒരു സർവീസിങ് മേഖല ആയിക്കോട്ടെ, ഏതായിക്കോട്ടെ നല്ലതാണ്. കൺസൾട്ടിങ് മേഖല നല്ലതാണ്, ഫിനാൻസ് മേഖല നല്ലതാണ്, ടെക്നിക്കൽ മേഖല നല്ലതാണ്. അപ്പോൾ ഇവർക്ക് ജീവിതത്തിലൊരു 39 മേലായിരിക്കും കൂടുതലും ഒരു ഉയർച്ചകൾ ഉണ്ടാകുന്ന ഒരു സമയം. പിന്നെ നല്ലൊരു സാമ്പത്തികമൊക്കെ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇവർക്ക് ദാമ്പത്യ ജീവിതത്തിൽ പലപ്പോഴും പല പ്രശ്നങ്ങളും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പക്ഷെ എല്ലാവർക്കും അങ്ങനെയാണെന്നല്ല. ഇവർ ഭദ്രകാളിയെ വിളിച്ചാൽ അപ്പോഴേ രക്ഷപ്പെടും. വിളിക്കേണ്ട പോലെ വിളിച്ചാൽ മതി, അപ്പോഴേ രക്ഷപ്പെടും. ഒരു സംശയം വേണം, 3 മാസം വിളിച്ചാൽ മതി, രക്ഷപ്പെട്ടിരിക്കും. കാരണം എത്ര ആളുകളുടെ അങ്ങനെ രക്ഷപ്പെട്ടിരിക്കും. ഇനി പൂരാടം, ഞാൻ ഓർക്കുന്ന ചിലത് പറയുന്നതേ ഉള്ളൂ കേട്ടോ, ചിലപ്പം എല്ലാം ഒന്നും മനസ്സിൽ വരണമെന്നില്ല, ഓർത്ത് പറയുന്ന മനസ്സിലോട്ട് വരുന്ന പറയുന്നതേ ഉള്ളൂ. പൂരാടം നാടുകാർക്ക് ടെക്നിക്കൽ മേഖല നല്ലതാണ്, രാഷ്ട്രീയം നല്ലതാണ്. രാഷ്ട്രീയക്കാർക്ക് ഏറ്റവും നല്ലതാണ് ഈ പൂരാടം. പിന്നെ ടെക്നിക്കൽ മേഖല നല്ലതാണ്, കൃഷി, ഫാമിങ്, പുതിയ നൂതനമായ പുതിയ കാര്യങ്ങൾ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ ഒക്കെ ഇവർക്ക് നല്ലതാണ്. പിന്നെ ഒരു കാര്യം, ഇവർക്ക് പല കാര്യത്തിലും നല്ല അറിവ് കാണും. പക്ഷേ ഇവർ പല കാര്യത്തിലും തർക്കിക്കും. ഇവർ പറയുന്നത് തന്നെ പിടിച്ചു നിൽക്കും അവിടെ. പിന്നെ ഇവർ നല്ല ബുദ്ധിയുള്ളവരും കഴിവുള്ളവരുമാണ്. ഇവരുടെയും കുടുംബജീവിതം വളരെ ഒരു മധ്യഭാഗം കഴിഞ്ഞുകൊണ്ട് ചിലപ്പം ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാൻ മറ്റുള്ളവരെ അപേക്ഷിച്ച് സാധ്യത കൂടുതലാണ്. എല്ലാവർക്കും അങ്ങനെ ആണെന്നല്ല. പിന്നെ ഇവർക്ക് ഈ കുടുംബ വീട് ചിലപ്പം കിട്ടുക, അല്ലെ പഴയ വീട്ടിൽ താമസിക്കാൻ അവസരം ഉണ്ടാകുക, ഇതൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം. കൂട്ടുകാരോട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരിക്കും, കൂട്ടുകാർക്ക് തിരിച്ച് ഇവരോടും. പക്ഷേ ഞാൻ നോക്കിയിട്ട് അതുകൊണ്ട് വലിയ പ്രയോജനം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ ജീവിതത്തിൽ കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടായിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല, അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമാണ്. എങ്കിലും സാമാന്യ ഫലങ്ങൾ പറയുന്നതേ ഉള്ളൂ. എല്ലാവർക്കും അങ്ങനെയാണെന്നല്ല, സാമാന്യമായിട്ട് പറയുന്നുള്ളൂ. ഇനി ഉത്തരം നാളുകാർ എപ്പോഴും അച്ഛനുമായിട്ടൊരു ഒരു രമ്യതയിൽ പോകാൻ ശ്രമിക്കണം. അച്ഛനുമായിട്ട് ആശയപരമായിട്ട് എപ്പോഴും ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ പലരോടും പരിശോധിക്കുമ്പോൾ പറയാറുണ്ട്, ഉത്തര നക്ഷത്രമാണെങ്കിൽ അച്ഛൻ്റെ മോൻ്റെ പേരിൽ ഐക്യമത്യാർച്ചന ചെയ്യാൻ പറയാറുണ്ട്. അവർക്കൊക്കെ അതിൻ്റെ ഗുണം ഉണ്ടായിട്ടുമുണ്ട്. അപ്പോൾ ആശയപരമായിട്ട് എപ്പോഴും ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. പിന്നെ ഉത്തര നാളുകാർക്ക് സാമൂഹ്യ പ്രവർത്തനം, കലാപ്രവർത്തനം, സംഘടനകളുടെ നേതൃത്വം ഒക്കെ ഒരു വഹിക്കാൻ പ്രത്യേക ശേഷി കൂടുതലാണ് മറ്റുള്ളവരെ അപേക്ഷിച്ച്. പിന്നെ ഇവർക്ക് ഫിനാൻസ് മേഖല, ടെക്നിക്കൽ മേഖല, വീഡിയോഗ്രഫി എന്ന് വേണ്ട അങ്ങനെയുള്ള മേഖലകളൊക്കെ നല്ലതാണ്. ബാങ്കിങ്, ഫിനാൻസ് ഒക്കെ നല്ലതാണ്. സർക്കാർ ജോലികൾ നല്ല, അങ്ങനെയുള്ള ഉത്തരവാദിത്വം വഹിക്കേണ്ട ഏത് ഒരു പൊസിഷനും വഹിക്കാൻ വളരെ കഴിവുള്ളവരാണ് ഉത്തരനാളുകാർ. ഇവർ പിന്നെ ഇപ്പോൾ ഒരു എന്ത് കാര്യങ്ങളാണെങ്കിലും ചിട്ട അനുസരിച്ച് അതൊരു കാര്യങ്ങൾ അനുസരിച്ചൊക്കെ ചെയ്യാനും ഒക്കെ വളരെ കഴിവുള്ളവരാണ്. അതുപോലെ ആയില്യം നാളുകാർ എൻ്റെ അഭിപ്രായത്തിൽ വളരെ കഴിവുള്ളവരാണ്. കാരണം ഞാൻ എപ്പോഴും പറയുന്നൊരു വാചകം, അത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഒരു കുട്ടിക്ക് വയ്യ, ഇത്ര ലക്ഷം രൂപ പിരിക്കണം, ഒരു കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു ആയില്യംകാരനെ ആണെങ്കിൽ 30 ദിവസം കൊണ്ട് ഇത്ര ലക്ഷം പിരിക്കണമെങ്കിൽ 20 ദിവസം കൊണ്ട് അവൻ പിരിച്ചിരിക്കും. അത്ര കഴിവായില്ല നാളുകാർ. അപ്പം ഒരു കഴിവുള്ളവരാണെന്ന് ഞാൻ പറയും. എൻ്റെ ജ്യോതിഷത്തിലെ ആദ്യത്തെ എനിക്ക് പല ഗുരുക്കന്മാരും, അതുപോലെ ഞാൻ പല ക്രിയായോഗയും അതുപോലെ സന്യാസി വര്യന്മാരായ ഗുരുക്കന്മാർ, ഒരുപാട് ഗുരുക്കന്മാരുടെ അനുഭവമുണ്ട്. അതിൽ ഒരാളായില്ല നക്ഷത്രമായിരുന്നു. ഞാൻ വളരെ കഴിവുള്ളൊരു വ്യക്തിയാണ്. അപ്പം ഇത് വിശേഷ ബുദ്ധിയുള്ളവരാണ് ആയില്യം. അപ്പം ആയില്യം നാളുകാർ. പിന്നെ ഇവർക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവർക്ക് അമിത ആവേശം, അമിത ആത്മവിശ്വാസം കൊണ്ട് പലപ്പോഴും ആപത്തിൽ ചെന്ന് ചാടാറുണ്ട്. ഓവർ കോൺഫിഡൻസ് അത് ഒഴിവാക്കണം. കാരണം തന്നെക്കൊണ്ട് ഏത് കാര്യവും ഇന്ന സമയത്തുള്ളിൽ സാധിച്ചെടുക്കാം എന്നുള്ള ഒരു പല അനുഭവങ്ങളിലൂടെ ഇവർക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായതുകൊണ്ട് ഇവർ എല്ലാ കാര്യത്തിലും അതുപോലെ സമീപിക്കുമ്പോൾ കുടുംബകാര്യത്തിലും ഒക്കെ ചിലപ്പോൾ ചില പരാജയങ്ങളുണ്ടാകാം. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ. പിന്നെ
അശ്വതി നാളുകാർ. അശ്വതി നാളുകാർ അവർക്ക് മെഡിസിൻ ഫീൽഡ് നല്ലതാണ്, നേഴ്സിംഗ് നല്ലതാണ്. അതുപോലെ ഈ മകീര നാളുകാർക്ക് നേഴ്സിംഗ് നല്ല മേഖലയാണ്. നേഴ്സിംഗ് ഇപ്പോൾ സ്ത്രീകൾക്ക്, പുരുഷന്മാർക്ക് ടെക്നിക്കൽ, ബിൽഡിംഗ് കോൺട്രാക്ട്, ബിടെക്, സിവിൽ എഞ്ചിനീയറിങ് അങ്ങനെയുള്ള മേഖലകളും ഒക്കെ നല്ലതാണ്. സ്ത്രീകൾക്കാണെങ്കിൽ നേഴ്സിംഗ് നല്ലതാണ്. സ്ത്രീകൾക്കും ഈ മേഖലകളൊക്കെ നല്ലതാണ്, ടെക്നിക്കൽ മേഖലയും നല്ലതാണ്. അതുപോലെ അശ്വതി നാളുകാർക്ക് നേഴ്സിംഗ് ഫീൽഡ്, സ്ത്രീകളൊക്കെയാണ് നേഴ്സിങ്ങിലൊക്കെ. ഞാൻ പണ്ട് എൻ്റെ അടുത്ത് ഒരു പെൺകുട്ടി വന്നിരുന്നു, അശ്വതിയായിരുന്നു. അപ്പോൾ അത് ഒരു മേഖല ഞാൻ പറഞ്ഞത് സജസ്റ്റ് ചെയ്തത് നേഴ്സിംഗാണ്. അപ്പം അവർ നേഴ്സിങ്ങിന് വിട്ടു. ഇപ്പോൾ അയർലൻഡിലാണ്, ആ കുടുംബം ഉൾപ്പെടെ രക്ഷപ്പെട്ടു. ഈ അമ്പലത്തിലേക്ക് പുനരുദ്ധാരണത്തിന് ലക്ഷങ്ങളാണ് കുട്ടി കൊടുത്തത്. കാരണം ആ കുട്ടിയുടെ കയ്യിലുണ്ട്, പിന്നെ കൊടുക്കാനുള്ള മനസ്സുണ്ട്. നേഴ്സിംഗാണ് തിരഞ്ഞെടുത്തത്. അപ്പോൾ നേഴ്സിംഗ് നല്ലൊരു മേഖലയാണ്. അവിടെ ഇവിടെ അതും ഇതും പഠിച്ച് അവിടെ ഇവിടെ നിന്ന് കാലം കളയാതെ അവർക്ക് നല്ലൊരു മേഖലയാണ്. അവർക്ക് അതിൽ കൂടുതൽ കഴിവുണ്ട്. അതുകൊണ്ടാണ് ചില കാര്യങ്ങളിൽ ചില നക്ഷത്രക്കാർക്ക് കഴിവ് കൂടുതലാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അത് അവർക്ക് പ്രയോജനപ്പെട്ടു. അതങ്ങനെ എത്രയോ അനുഭവങ്ങൾ. പിന്നെ ഓർക്കുന്ന ചില നാളുകൾ പറയുന്നുള്ളൂ. അതുപോലെ തന്നെ ചോദ്യ നക്ഷത്രക്കാർക്ക് അവർക്ക് ഹോട്ടൽ ഫീൽഡ്, ഫുഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ കലാപരമായ കാര്യങ്ങൾ ഒക്കെ വളരെ നല്ലതാണ്. ഒരു പ്രത്യേക ഒരു കഴിവുള്ളവരാണ് ഈ ചോദ്യ നക്ഷത്രക്കാർ. അവർക്ക് ഭദ്രകാളിയുടെ അനുഗ്രഹവും ഒക്കെ ജീവിതത്തിൽ വലിയ ഗുണം ചെയ്യും. അതുപോലെ അത്തം നക്ഷത്രക്കാർ ആർക്കിടെക്ചറൽ വർക്കിന് ഏറ്റവും നല്ല കഴിവുള്ളവർ. ഡിസൈനിങ്, ആർക്കിടെക്ചർ, മികച്ച എഞ്ചിനീയർമാർ, മികച്ച ഡിസൈനർമാർ, മികച്ച കലാകാരന്മാർ, സംവിധായകർ, ഇതൊക്കെ അത്തം വളരെ നല്ല നക്ഷത്രമാണ്. അത്തം വളരെ ഒരു അങ്ങനെയുള്ള ആർട്ടിസ്റ്റിക്കലായിട്ടുള്ള ഒരു പ്രത്യേക ഒരു കഴിവുള്ളവരാണ് ഈ അത്തം നക്ഷത്രക്കാർ. പക്ഷെ അവരുടെ ജീവിതത്തെ അവർ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഭദ്രകാളിയും കൃഷ്ണനെയാണ് വിളിക്കേണ്ടത്. അവരുടെ ജീവിതത്തിൽ എപ്പോഴും പ്രതിസന്ധികളായിരിക്കും. പലപ്പോഴും അവർക്ക് അർഹിക്കുന്ന ഒരു രീതിയിലുള്ള ഉയർച്ച ഉണ്ടാക്കാൻ പലപ്പോഴും തടസ്സം ഉണ്ടാകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങൾ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. പിന്നെ അതുപോലെ ഭരണി നക്ഷത്രക്കാർക്ക് അവരെ ജീവിതത്തിൽ ആരോഗ്യമുള്ളപ്പോൾ സമ്പാദിച്ച് വെച്ചോണം. പൈസയൊക്കെ കുറച്ച് അക്കൗണ്ടിലോ പെൻഷനൊക്കെ കിട്ടാനോ വകുപ്പുകൾ ഒപ്പിച്ച് വെച്ചോണം. പ്രായമായി കഴിഞ്ഞാൽ പലപ്പോഴും ഈ മറ്റുള്ളവരെ ആശ്രയിച്ചാൽ പോലും വേണ്ട രീതിയിലുള്ള ഒരു സംരക്ഷണം കിട്ടാനൊന്നും നിർബന്ധമില്ല. കിട്ടുന്നവരില്ലെന്നല്ല പറഞ്ഞത്. അപ്പോൾ നല്ല ആരോഗ്യമുള്ള സമയത്ത് വാർദ്ധക്യത്തിലേക്കുള്ള കാര്യങ്ങൾ സംരക്ഷിച്ച് വെച്ചോണം. അത് വളരെ ഉപകാരപ്പെടുമെന്നുള്ളതാണ്. പിന്നെ ഈ പൂരാട നക്ഷത്രക്കാർക്ക് വെളിച്ചെണ്ണ, പെട്രോളിയം അങ്ങനെയുള്ള ഈ ദ്രാവക സംബന്ധമായ തൊഴിലുകൾ, പിന്നെ ജ്യൂസ്, വെള്ളവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ, രാഷ്ട്രീയം, കൃഷി, ടെക്നിക്കൽ മേഖലകൾ, പിന്നെ പോലീസിലൊക്കെയാണ് ഇൻ്റലിജൻസിൽ അവർക്ക് രഹസ്യം സൂക്ഷിക്കാൻ പ്രത്യേക കഴിവാണ്. അങ്ങനെയുള്ള മേഖലകൾ പൂരാടം നാളുകാർക്ക് വളരെ കഴിവുള്ളവരാണ്. അപ്പം ഇങ്ങനെ കുറേ നാളുകാരുടെ പെട്ടെന്ന് ഓർത്തത് പറഞ്ഞാണ്. പിന്നെ മൂല നക്ഷത്രക്കാർ ആരുടെ കീഴിൽ ജോലി ചെയ്താലും അവർ സ്വന്തമായിട്ട് ഒരു തൊഴിൽ ആഗ്രഹിക്കുന്നവരാണ്. പലരും സ്വന്തം നിലയിൽ അവർ ആദ്യമൊക്കെ ആരുടെങ്കിലും കീഴിലായിരിക്കും ജോലി ചെയ്യുന്നത്. മൂലം ആരുടെയും കീഴിൽ പോകത്തില്ല. പിന്നെ അവർ സ്വന്തം നിലയിൽ ഏതെങ്കിലും ജോലിയിലേക്ക് വരുന്നവരായിട്ട് പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അവർക്ക് അതിന് കഴിവുള്ളവരാണ്. അവർക്ക് ഒരു ഡിസൈനിങ് മേഖല ആയിക്കോട്ടെ, അലുമിനിയം ഫാബ്രിക്കേഷൻ ആയിക്കോട്ടെ, കമ്പ്യൂട്ടർ മേഖല ആയിക്കോട്ടെ, എഞ്ചിനീയറിംഗ് മേഖല ആയിക്കോട്ടെ, ഒക്കെ നല്ലതാണ്. ഒരു വിശേഷ ബുദ്ധിയുള്ളവരാണ്. അതുപോലെ ബിസിനസ്സിനും ഒക്കെ പ്രത്യേക കഴിവുള്ളവരാണ് ഈ മൂല നക്ഷത്രക്കാർ. തൃക്കേട്ട നക്ഷത്രക്കാർ ഏറ്റവും നല്ലതാണ് എഞ്ചിനീയറിംഗ് മേഖല. ഒരു റോബോട്ട് എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, മെഷീൻ ലേണിംഗ് ആയിക്കോട്ടെ, ഇപ്പോഴത്തെ AI-യുടെ പുതിയ മേഖലകളായിക്കോട്ടെ, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, മെക്കാനിക്കൽ ആയിക്കോട്ടെ, വിശേഷ ബുദ്ധിയുള്ളവരാണ് അവർ. അവർക്ക് നല്ല ടാലൻ്റ് ഉള്ളവരാണ് തൃക്കേട്ട നക്ഷത്രം. പക്ഷേ അവരുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികളും തിരിച്ചടികളും ഒക്കെ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. ചന്ദ്രന് വൃശ്ചികം രാശിയിലാണ്. മനസ്സിനൊക്കെ എപ്പോഴും ഒരു സംശയം, ഇവർക്ക് ഏതെങ്കിലും കാര്യത്തിൽ എപ്പോഴും ഒരു സംശയം കാണും. ഈ തൃക്കേട്ട നക്ഷത്രക്കാർക്കും പുണർന്ന നക്ഷത്രക്കാർക്കും എപ്പോഴും ഒരു കാര്യത്തിൽ സംശയം കാണും. ഒന്നുകിൽ എപ്പോഴും അവർ തൊഴിൽ ചെയ്യുന്നിടത്ത് ആരെയെങ്കിലും, അല്ലെങ്കിൽ വീട്ടിലാരെയെങ്കിലും, അല്ലെങ്കിൽ നാട്ടിലാരെയെങ്കിലും, അല്ലെങ്കിൽ ചെയ്യുന്ന തൊഴിലിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അവർക്ക് സംശയങ്ങൾ എപ്പോഴും കൂടുതലായിരിക്കും. പുണർന്ന നാളുകാർക്കും തൃക്കേട്ട നാളുകാർക്കും. അപ്പോൾ ഇത് പൊതുഫലങ്ങളാണ് കേട്ടോ. അത് പൊതുവായിട്ട് പറയുന്നതാണ്. എല്ലാവരും അങ്ങനെയാണെന്നല്ല, ചിലർക്കെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാം എന്നുള്ളതാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കാണപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ നക്ഷത്രം കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പൂയം നാളുകാർക്ക്
ഈ പൂയ നാളുകാർക്ക്, വിശാഖ നാളുകാർക്കൊക്കെ ജീവിതത്തിൽ എപ്പോഴും പ്രതിസന്ധികൾ തന്നെ തരണം ചെയ്യാൻ വേണ്ടി ജനിച്ചവരാണ്. മറ്റുള്ളവരെ അപേക്ഷിച്ച് അലച്ചിലെ കഷ്ടപ്പാട്, ക്ലേശം ഒക്കെ കൂടുതലായിരിക്കും. ഇപ്പോൾ ഒരു വീട്ടിലൊരു പൂയ നാളുകാരനുണ്ട്, അല്ലെങ്കിൽ വിശാഖ നാളുകാരനുണ്ടെങ്കിൽ ആ വീട്ടിലെ മിക്കവാറും എല്ലാ ഉത്തരവാദിത്വം ഇവരുടെ തലയിലായിരിക്കും. അലച്ചിലെ കഷ്ടപ്പാട്, ക്ലേശം ജീവിതത്തിലുടനീളം ഇവർക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പം എങ്കിൽ തന്നെയും ഇവർക്ക് അതിനൊക്കെ ഭംഗിയായിട്ട് അതിനൊക്കെ അതിജീവിക്കാനുള്ള കഴിവുണ്ട്. ഇവരതിനെല്ലാം നന്നായിട്ട് ചെയ്യുകയും ചെയ്യും. പിന്നെ ഇവർക്ക് കൃഷ്ണനെ, ഭദ്രകാളിക്കൊക്കെ വഴിപാടുകൾ ചെയ്താൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് അനുഭവത്തിൽ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പം ഇങ്ങനെ പൊതുവായിട്ട് ഇനി ഇതിനകത്ത് കുറേ നാളുകാർ, ഇതെല്ലാം ഞാൻ ഓർത്തില്ല, കുറേ നാളുകാർ ഇങ്ങനെ പെട്ടെന്നൊരു ഓർത്ത നമ്മുടെ ഹൃദയത്തിൽ ടച്ച് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഇതൊക്കെ ഈ നാളുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ഉണ്ട്. മകര നാളുകാർക്ക് ബിൽഡിംഗ് വർക്കുകൾ, കോൺട്രാക്ട് വർക്കുകൾ, പിന്നെ ഹോസ്പിറ്റൽ സംബന്ധമായ വർക്കുകൾ, ഫുഡ് സംബന്ധമായ വർക്കുകൾ ഒക്കെ വളരെ നല്ലതാണ്. വളരെ നല്ല രീതിയിൽ റെസ്റ്റോറൻറ്റ് നടത്തുന്നവർ മകര നാളുകാർ, നല്ല രീതിയിൽ ഫുഡ് റെസ്റ്റോറൻറ്റ്, പിന്നെ അതുപോലെ ധാരാളം വാഹന സംബന്ധമായ തൊഴിലുകൾ ചെയ്യുന്നവർ, അതുപോലെ ടെക്നിക്കൽ മേഖലകൾ ചെയ്യുന്നവർ, ഹോസ്പിറ്റൽ സംബന്ധമായ മകര നല്ലൊരു നാളാണ്. അങ്ങനെയുള്ള ആ ഒരു ഫീൽഡുകളൊക്കെ വളരെ നല്ലതാണ്. ഉത്രാടം നാളുകാരും മകര നാളുകാരും പാചകം ചെയ്താൽ ഏറ്റവും നല്ല ഇതായിരിക്കും. പാചകം, ഫുഡ്, റെസ്റ്റോറൻറ്റ്, ഇതൊക്കെ ഉത്രാടവും നല്ലതാണ്. പിന്നെ ഉത്രാടത്തിൻ്റെ കലാമേഖലകളും നല്ലതാണ്, വാഹനവും നല്ലതാണ് ഉത്രാടം നാളുകാർക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള, പിന്നെ അതുപോലെ ഉത്രാടം നാളുകൾ സർക്കാരെല്ലാം തത്തുല്യമായ നല്ല പദവികൾ വഹിക്കാനുള്ള കഴിവുകൾ, ഉത്രാടം എല്ലാം നല്ലതാണ്. അങ്ങനെയുള്ള കഴിവുകൾ ഒക്കെ ഉള്ള ഒരു നാളാണ്. പിന്നെ പൂരുരുട്ടായ നാളെന്നൊക്കെ പറഞ്ഞാൽ വിശേഷ ബുദ്ധി ഉള്ളവരാണ്. അവർക്ക് ഒരു കാര്യം തേടിപ്പിടിക്കാൻ, കണ്ടുപിടിക്കാൻ ഒക്കെ പ്രത്യേക ഒരു വിശേഷ ബുദ്ധിയുള്ളവരാണ്. ചിത്തിര നാളുകാർ നല്ല ദൈവവിശ്വാസികളൊക്കെ ആയിരിക്കും. ഇവർക്ക് കുടുംബത്തോട് നല്ല സ്നേഹമായിരിക്കും. ഇവരൊരു ചട്ടക്കൂടിനകത്തായിരിക്കും എപ്പോഴും. ഇവർക്ക് ഇവരുടേതായ ചില മതവിശ്വാസങ്ങൾ, ഈശ്വര വിശ്വാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇവരുടെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ ശിവന് വഴിപാട് ചെയ്താൽ മതി, പെട്ടെന്ന് രക്ഷപ്പെടും. പിന്നെ ഇവർക്ക് ഈ യൂട്രസ് സംബന്ധമായ അല്ലെങ്കിൽ മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ തിരുവാതിര, ചിത്തിര, തിരുവോണം ഈ നാളുകാർ ശ്രദ്ധിക്കുന്നതല്ലതാണ്. മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകണമെന്നൊന്നും അല്ല ഈ പറയുന്നത്. ചിലർക്കെങ്കിലും കൂടുതലായിട്ട് മറ്റുള്ളവരെ അപേക്ഷിച്ച് ചിലപ്പോൾ അനുഭവത്തിൽ വരാം എന്നുള്ളതാണ് പറയുന്നത്. തിരുവാതിര നാളുകാർ ദേശം വിട്ട് ജോലി ചെയ്യുക, വലിയ വലിയ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുക, വലിയ ഓഡിറ്റിങ് വർക്കുകൾ, അല്ലെങ്കിൽ വലിയ ഉത്തരവാദിത്തങ്ങൾ വഹിക്കേണ്ട വർക്കുകൾ, ഫിനാൻസ്, ഓഡിറ്റിങ്, അക്കൗണ്ട്സ്, ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ടെക്നിക്കൽ ആയിക്കോട്ടെ ഏത് മേഖലകളും ഒക്കെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവരാണ്. അവർക്ക് മനോദുഃഖം ഏതെങ്കിലും ഒരു വിഷയത്തിൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണെന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ അവിട്ടം നാളുകാർ വളരെ കഴിവുള്ളവരാണ്. അവിട്ടം നക്ഷത്രക്കാർ അവരെവിടെയും നേടിയെടുക്കുന്നവരാണ്. എവിടെയും നേടിയെടുക്കാൻ കഴിവുള്ളവരാണ് അവിട്ടം നാളുകാർ. പിന്നെ അശ്വതി നാളുകാരെക്കുറിച്ച് പറയുമ്പോൾ അവർ ഈ അഡ്വൈസ്, മറ്റുള്ളവർക്ക് ഉപദേശം നൽകാൻ, അശ്വതി, വിശാഖം, ആയില്യം, മറ്റുള്ളവർക്ക് കറക്റ്റ് ഉപദേശം കൊടുക്കാൻ കഴിവുള്ളവരാണ്. നല്ലൊരു കറക്റ്റ് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ കഴിവുള്ളവരാണ്. ഒരു അശ്വതി നക്ഷത്രക്കാരനായിക്കോട്ടെ, ഒരു ആയില്യ നക്ഷത്രക്കാരനായിക്കോട്ടെ, ഒരു വിശാഖ നക്ഷത്രക്കാരനായിക്കോട്ടെ, ഒരു പ്രതിസന്ധി വരുമ്പം ഇങ്ങനെയുള്ളവരോട് ചോദിച്ചാൽ അവർ കറക്റ്റ് അതിനുള്ള ഒരു സൊല്യൂഷൻ പറഞ്ഞു തരുമെന്നുള്ളതാണ്. പക്ഷെ സ്വന്തം ജീവിതത്തിൽ അവർക്ക് പലപ്പോഴും ഒരു പ്രശ്നങ്ങളെ പരിഹാരം കാണാൻ ബുദ്ധിമുട്ടുമാണ്. അതാണ് അവരുടെ ഒരു ഗുണവുമുണ്ട്, ഒരു പോരായ്മയുണ്ട്. അപ്പോൾ ഇങ്ങനെ നാളുകാരെക്കുറിച്ച് പൊതുവായ ചില കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളൊക്കെ നിരീക്ഷിച്ച് നോക്കുക. നിങ്ങളുടെ ചുറ്റിലുമുള്ളവരെ, നിങ്ങൾക്കറിയാവുന്നവരെ ഒക്കെ ഒരു കാർത്തിക നാൾ നല്ല നാളാണ് അവർക്ക്. പിന്നെ എല്ലാം ജനിച്ച സമയം പോലെ ഇരിക്കും. ഞാൻ പൊതുവായിട്ട് പറയുന്നതേ ഉള്ളൂ. ജനിച്ച സമയവും ഗ്രഹസ്ഥിതി അനുസരിച്ചിരിക്കും. നമ്മൾ പൊതുവായിട്ട് നാൾ വെച്ച് ചില കാര്യങ്ങൾ പറയുന്നുള്ളൂ. കാർത്തിക നാളുകാർ നല്ല കഴിവുള്ളവരാണ്. അവർ ആവശ്യമില്ലാത്ത റിലേഷൻ, സൗഹൃദങ്ങളൊന്നും പെടാതെ ഒരു നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. സൗഹൃദങ്ങൾക്കിടയിൽ നല്ലൊരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. അത് വളരെ നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ ചില നക്ഷത്രങ്ങളെക്കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ ജീവിതത്തിൽ പ്രയോജനം ചെയ്യും. ഇതൊന്നും പൂർണ്ണമായ ഫലങ്ങളല്ല, ഞാൻ സാമാന്യ ഫലങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. ജനിച്ച തീയതിയും ഗ്രഹനിലയും കൈരേഖയും എല്ലാം ചേർത്ത് വരുമ്പോഴാണ് ആ വ്യക്തിയുടെ ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു ഫലമാകുന്നത്. ഇതിപ്പോൾ പൊതുവായിട്ടുള്ള ഫലങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. എങ്കിൽ തന്നെ ഇതൊക്കെ നിങ്ങൾക്ക് നല്ല കാര്യങ്ങളാണ്. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി
മനസ്സിലാക്കാം. ഇത് മാത്രം കൊണ്ട് ഒരു വ്യക്തിയെ വിലയിരുത്തരുത്. അവരുടെ ആ ജനിച്ച സമയവും ഗ്രഹസ്ഥിതിയും കൈരേഖയും ഒക്കെ പരിഗണിച്ച് സംഖ്യാജ്യോതിഷം എല്ലാം കൂടെ വരുമ്പോഴാണ് ആ വ്യക്തിയുടെ ഒരു ആക്യുറേറ്റ് ആകുന്നത്. ഇതുകൊണ്ട് തന്നെ വിലയിരുത്താൻ പറ്റത്തില്ല. എങ്കിലും ഞാൻ പൊതുവായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പം മകൻ നാളുകാർ സന്താന ദുഃഖങ്ങൾ ഉണ്ടാകാതെ അതിനുള്ള വഴിപാടുകൾ ചെയ്യണം. ഉരാടൻ നാളുകാർ അവരുടെ സ്വത്ത് വകകൾ നഷ്ടപ്പെടാതെ ജീവിതത്തിൽ ഒരു ഒറ്റപ്പെടൽ ഉണ്ടാകാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. എല്ലാവർക്കും അങ്ങനെയല്ല. അപ്പോൾ അതിന് ഈശ്വരാധീനം ഉണ്ടായി. ഇതെല്ലാം തന്നെ മകയിരം നാളുകാർക്ക് ജീവിതത്തിൽ ഒരു മധ്യവയസ്സ് വരെ വളരെ സ്ട്രഗ്ലിംഗ് ആയിരിക്കും, വളരെ കഷ്ടപ്പാടും ദുരിതമായിരിക്കും. അതിനുശേഷം ജീവിത അന്ത്യം വരെ സുഖാനുഭവങ്ങളുണ്ടാകാം, മക്കളൊക്കെ നല്ല രീതിയിൽ നോക്കാം. അങ്ങനെയൊക്കെയുള്ളൊരു ഭാഗ്യമുള്ളൊരു നക്ഷത്രമാണ് മകയിരം കേട്ടോ. അങ്ങനെ ഒരു നല്ല ഭാഗ്യമുള്ള നക്ഷത്രമാണ് മകയിരം. അപ്പോൾ ഈ പൂരം നക്ഷത്രക്കാർ അവർ മിക്കവാറും ജീവിത അന്ത്യം വരെ എന്തെങ്കിലും തൊഴിലുകളിലൊക്കെ ഏർപ്പെടുന്ന സാധ്യതയുള്ളവരാണ്. അവർക്ക് വിശ്രമം കുറവായിരിക്കും. അങ്ങനെയുള്ള ഒരു നക്ഷത്രമാണ് അവർ. എപ്പോഴും ഏതെങ്കിലും തൊഴിൽ ജീവിതാന്ത്യം വരെയും എന്തെങ്കിലും ജോലികൾ ചെയ്യാൻ തൽപരരായിരിക്കും. അല്ല അതിനുള്ളൊരു സാഹചര്യം ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പൊതുവായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അത് മനസ്സിൽ തോന്നിയപ്പം കുറേ അങ്ങ് പറഞ്ഞതാണ്, വെളിയിലോട്ട് വന്നതാണ്. ഇതെല്ലാം മനസ്സിൽ നിന്ന് എടുത്ത് പറഞ്ഞതാണ്. അതിനകത്തിപ്പം മനസ്സിൽ വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞതേ ഉള്ളൂ. അതിനകത്ത് പൊതുഫലമാണ്. കാരണം കുറേ നാളുകാരെ കുറിച്ച് വിട്ടുപോയിട്ടുണ്ട്. അവർ സദയം ക്ഷമിക്കുക. പിന്നെ ഏതെങ്കിലും ഒരു അവസരത്തിൽ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കിയും പറഞ്ഞു തരാം. വിട്ടുപോയവരുടെ മനഃപൂർവ്വമല്ല. അപ്പോൾ ആ ഓർത്തത് പെട്ടെന്ന് അനുഭവമുള്ളത്, അല്ലെ കൂടുതൽ എന്തെങ്കിലും പറയാനുള്ളത്, അല്ലെ ഹൃദയത്തിൽ ടച്ച് ചെയ്ത ചില അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. അതുപോലെ ചതയം നാളുകാർ കൃഷ്ണന് വഴിപാട് ചെയ്താൽ പെട്ടെന്ന് ജീവിതം മാറും. ചതയം നാളുകാർ അവരുടെ 40-ാമത്തെ വയസ്സൊക്കെ അല്പം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ഒരു ഏറെക്കുറെ പറഞ്ഞതേ ഉള്ളൂ. കാരണം അവർക്ക് എപ്പോഴും അവരുടെ സൗഹൃദങ്ങളെ, കൂട്ടുകെട്ടുകളെ ഒക്കെ വളരെ ശ്രദ്ധിക്കണം. കൃഷ്ണന് വഴിപാട് ചെയ്താൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരും. ഞാനങ്ങനെ വഴിപാട് ചെയ്ത് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന, അല്ലെങ്കിൽ വലിയ മാറ്റങ്ങളിലേക്ക് വന്ന, പ്രതിസന്ധികളിൽ അകപ്പെട്ട നിരവധി ആളുകളുണ്ട്. അതുപോലെ ശിവന് വഴിപാട് ചെയ്താലും വലിയ മാറ്റം വരും ഈ ചതയം നാളുകാർ. ഇപ്പം ചതയം നാളുകാർ ശിവന് വൈകിട്ട് തുമ്പപ്പൂ നടക്കി വെച്ച് ജീവിതത്തിൽ പ്രത്യേക കാര്യങ്ങൾ നേടിയെടുത്തവരുണ്ട്. ഞാൻ തന്നെ പറഞ്ഞു. പിന്നെ കൃഷ്ണന് വഴിപാട് ചെയ്ത് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായവരുണ്ട്. പിന്നെ ഈ മൂലം നാളുകാർ ഭദ്രകാളിക്കും സർപ്പത്തിനും കൃഷ്ണന് വഴിപാട് ചെയ്ത ജീവിതത്തിൽ പെട്ടെന്ന് മാറ്റം വരും. മൂലം നാളുകാർ ഭദ്രകാളി, കൃഷ്ണൻ, സർപ്പത്തിനും പെട്ടെന്ന് അവർക്ക് അനുഗ്രഹം ഉണ്ടാകുന്നതാണ്. അപ്പം ഇതെല്ലാം പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ മനസ്സിലാക്കുക. എൻ്റെ അഭിപ്രായങ്ങളും എൻ്റെ അനുഭവങ്ങളും മാത്രമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് സ്വീകരിക്കുക, അല്ലാത്ത തള്ളിക്കളയാം. അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കും ഉണ്ട്. എല്ലാവരും ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം.